അഷ്കറിൻ്റെ മക്കളെല്ലാം പോയി അല്ലേ? പണ്ട് പേറ്റുമ്പോൾ കഴിച്ച ആൾ ഇപ്പം ചക്ക തീരെ കഴിക്കുന്നില്ല. ഇത് ഒരാഴ്ച ഒരാൾ, അടുത്ത ആഴ്ച മറ്റാൾ പൊങ്ങിയിട്ട് മറ്റാൾ ഒന്നുകൊണ്ടെന്താ കാര്യം? ഈ ആഴ്ചയിൽ 20 മണിക്കൂറും കൃഷി, ആഴ്ചക്ക് 24 മണിക്കൂർ കുണിക്ക് 7 ദിവസം. എന്നിട്ട് ഈ ഒരു ഞായറാഴ്ച എന്നുള്ള എല്ലാവർക്കും പൊതു ലീവാണ്. പള്ളിയിൽ വരെ ലീവുണ്ടോ? ഒക്കെ മുതലൊക്കെ നാട്ടിൽ പോകുന്ന ദിവസം ഞായറാഴ്ച എല്ലാവർക്കും ലീവാകുമ്പോൾ പൊതു ലീവായിക്കോട്ടെ. കാരണം ഇന്നലല്ലേ നെസ്രാണിയാവുള്ളൂ. അത്രത്തോളം പരീക്ഷയാണ്. അങ്ങനത്തെ പഠിപ്പ് ഉപകാരത്തിലെത്തുമോ? രാവിലെ തുടങ്ങും. ബഹുവല്ലതി അൻഷാ ജന്നാത്തിൻ്റെ അന്ന് ഒരാഴ്ച മുമ്പ് 146 പേജ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي أنشأ جنات معروشات وغير معروشات والنخل والزرع مختلفا أكله والزيتون والرمان متشابها وغير متشابه كلوا من ثمره إذا أثمر وآتوا حقه يوم حصاده ولا تسرفوا إنه لا يحب المسرفين. ومن الأنعام حمولة وفرشا كلوا مما رزقكم الله ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. 8 أزواج من الضأن 2 ومن المعز 2 قل أذكرين حرم أم الأنثيين أما اشتملت عليه أرحام الأنثيين نبئوني بعلم إن كنتم صادقين. ومن الإبل 2 ومن البقر 2 قل أذكرين حرم أم الأنثيين أما اشتملت عليه أرحام الأنثيين أم كنتم شهداء إذ وصاكم الله بهذا فمن أظلم ممن افترى على الله كذبا ليضل الناس بغير علم إن الله لا يهدي القوم الظالمين. അവിടെ ഈ അമ്മ എന്തെന്നാണ് 2 സ്ഥലത്തുണ്ടല്ലോ. അദ്ദക്കറൈനി ഹറമ അമിൽ നുൻസജൈനി അമ്മഷ്തമലത് അലൈഹി. രണ്ടാമത്തെ ആയത്തിലുണ്ട് അമ്മഷ്തമലത് അലൈഹി. അത് ഇസ്തിഫ്ഹാമിൻ്റെ അമ്മും മൗസൂലാൻ്റെ അമ്മായ മായും കൂടി ഇദ്ഗാമാണ്. എഴുത്തിലെ മീമ് കാണില്ല. നേരത്തെ അമിൽ ഉൻസൈനി എന്ന് പറഞ്ഞില്ലേ, ഇസ്തിഫ്ഹാമിൻ്റെ മുമ്പിലല്ലേ അതോ ഇതോന്ന് വയ്ക്കുന്നത്? അതോ ഇതോ? ശരിയാ.
അതുകൊണ്ടല്ല അലേഹിൻ ഇപ്പം തമ്മിൽ വന്നേ. അപ്പം എഴുത്തിലെന്തായി അമ്മ മറ്റേ തഫ്സീലിൻ്റെ അമ്മയില്ലേ, അതിനാണെങ്കിൽ ജവാബിൽ എന്ത് വേണോ, ഭാവം പോണോ. ഇവിടെ ജവാബില്ല. അപ്പം അം പ്ലസ് മാ ഇത് ഇദ്ഗാമാക്കി. അപ്പം അമ്മല്ലദീന എന്ന് പറയുന്നൊരു അമ്മ ഉണ്ടല്ലോ, അത് അമ്മയല്ല ഇത്. അപ്പം രണ്ട് ദക്കറിനെയാണോ അല്ല രണ്ടും സിനെയാണോ അല്ല മൂന്നാമത്തെ. അപ്പം എത്ര ചോയ്സ് ഉണ്ട്? ഇസ്തിഫാമിൻ്റെ 1, അമ്മിന് ശേഷം 2. അനിയോട് قل لا أجد فيما أوحي إلي محرما على طاعم يطعمه قل لا أجد فيما أوحي إلي محرما على طاعم يطعمه إلا أن يكون ميتة أو دما مسفوحا أو لحم خنزير فإنه رجس أو فسقا أهل لغير الله به. അപ്പോൾ എണ്ണത്തിനെന്താക്കി ഫൈനഹു റിയുസുൻ എന്ന് ലഹമു ഖിൻസീറിൻ്റെ ആടെ മൈത്തറതായ ജുംലയും കൂടെ കൂട്ടിക്കൊടുത്തു. മറ്റുള്ളവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. മൈത്തത്ത് പറഞ്ഞു, ദമം മസ്ഫൂഹ പറഞ്ഞു, ലഹമ ഖിൻസീറിനാണ് ഫൈനഹു റിയുസുൻ. അതിൻ്റെ ബാക്കിയിലെന്താ അത് ഫിസ്കൻ. അപ്പോൾ ഇപ്പം മാപ്പിളാറെ സുപ്പറയിലെല്ലാം എന്താക്കി പന്നിയിറച്ചി കയറാൻ തുടങ്ങി. ചെറുക്കടയിൽ 2 കിലോമീറ്റർ വിട്ട് കഴിഞ്ഞാൽ ആണ്ടുകട്ടെല്ലാം പന്നി പോത്ത് നല്ല ഇറച്ചി കിട്ടുന്നതാണ്. ഇനി അടുത്തെന്താക്കും ഇങ്ങോട്ട് കയറി വരും. ഇനി സപ്ലൈ ചെയ്യാൻ പോകുന്നതിൽ പകുതിയും പന്നി ഇറച്ചി എന്നാ പറയും. വർഷത്തിൻ്റെ പോലും ഭയങ്കരമായ ഇറച്ചിയോ എന്താ പത്തല ചട്ടി ചേച്ചി എന്താ ജനം പോലും അതിൻ്റെ സ്വാദം പോലും. അപ്പം ഡ്രൈവർമാർ പരസ്പരം പറയുന്നത് എന്തുകൊണ്ടല്ലത് പന്നിയരിച്ചാണ് ഒന്ന് പോത്തല്ല. ഇവിടെ പോയി തിരുവോട്ടെടുപ്പൊന്ന് വയ്ക്കും, ഇവിടെ നിന്നില്ലാന്ന് ഒരാളടക്കം മതി. ആ വെറുതെ അല്ല പന്നിയരിച്ചാന്ന്. അത് അതിനൊക്കെ മസാലകളെ കൂട്ടിയാൽ ലോകം ജനത്തെ ആകർഷിക്കും പോലും. കാരണം അത്ര ഡിജിസായതുകൊണ്ടെന്നാൽ അത് ആകർഷിക്കാനുള്ള ആവശ്യമായി കൊടുക്കണം. അതുകൊണ്ട് നിരോധിക്കപ്പെട്ടതായും ചെയ്ത് അതിന് രുചിയില്ലെങ്കിൽ പിന്നെ ആരും വരില്ലല്ല. ഇപ്പം മംഗലംവർക്ക് പോകുമ്പോൾ ഇപ്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം മുസ്ലിമീങ്ങൾ തിങ്ങിത്താമസിക്കുന്ന സ്ഥലത്തെത്തി. ശ്രീകണ്ഠാരംഭയ്ക്ക് അങ്ങോട്ടെല്ലാം പോയി നോക്കിയാട്ടെ, പന്നി പോത്ത് പോയി. നമ്മ പോത്തിറച്ചിയിലേ വാങ്ങുന്നുണ്ടോ? ഈ പോത്തിറച്ചി മുറിക്കുന്ന കത്തിയതെന്ന് എന്നിട്ട് അത് മുഖല്ലനുസരിച്ച് മണ്ണിട്ട് കഴിയുക. അപ്പോൾ അങ്ങനത്തിന് പോകുമ്പോൾ വെജിറ്റേറിയൻ കഴിച്ചാൽ മതി. എല്ലാം ഉറപ്പുള്ള എന്തെങ്കിലും മാത്രമേ കഴിക്കണ്ടൂ. മീനാ നമ്മ ഇന്നാണ് അതിൻ്റെ ഷർട്ട് വെച്ചില്ലേ, നമ്മൾ സഫ്വാൻ്റെ പേർക്ക് പോയപ്പോൾ ഒന്നെങ്കിൽ മീനാക്കല്ല വെജിറ്റേറിയൻ ആക്കാൻ സലാമുണ്ടല്ല, ഇറച്ചൊന്നും പറ്റില്ല. പക്ഷെ അല്ലാഹു തആല ഊന്നി പറഞ്ഞില്ലേ ഫഇന്നഹു റിജ്സ്. ആ പറയുന്ന മർത്താനത്തിൻ്റെ അടക്കന്താക്കി ഫഇന്നഹു റിജ്സുൻ എന്നുള്ള കൂട്ടിക്കൊടുത്തു. അതൊന്നും ഇപ്പോൾ ഒരു ബോധവൽക്കരണത്തിന് സ്റ്റേജില്ല. 50 കോടിയാണ് മുടക്കുന്നത് രോഗം തരാൻ. 50 കോടി കവിഞ്ഞു ചിലവ്. എന്നിട്ടെന്താ കൗൺസിൽ ഇസ്തിഹാസിയും പിന്നെന്താന്ന് ആദ്യം 50 വിഷയം ഒഴിവായി. ഏത് ജുമാക്ക് പ്രസംഗിക്കണോ വെട്ടിയോ എന്നുള്ളത് ഒഴിവായി. അതിപ്പം മുത്തലക്കൻ ജായിദായി. മുത്തമ്മൻ്റെ ഭാഷ എന്നുകൊണ്ട് പറയും. പണ്ട് പറഞ്ഞെല്ലാം തള്ളിപ്പറണ്ട് ഇപ്പം എന്തായിന്നറിയോ എന്ന് ഇംഗ്ലീഷിലെ മലയാളത്തിൽ പ്രസംഗിച്ചു. വലൈക്കും അസ്സലാം. പെണ്ണുങ്ങൾ പള്ളിയിൽ പോക്ക് പോയിട്ട് മംഗലപ്പരക്ക് പോയാൽ ഒരേ ടേപ്പ് ഇന്ന് അപ്പത്തുണ്ടാവും. ഒരു പെണ്ണുങ്ങൾ കയ്യാകുന്നു, ഇപ്പം വേറെ പെണ്ണുങ്ങൾ കയ്യാകുന്നു. കഴിഞ്ഞാഴ്ച ബഷീർ ഉസ്താദ് എന്ന് പറഞ്ഞു, എന്നാൽ 2 കയ്യാകുന്ന ആയിക്കൂടെ. അപ്പുറം
ഇത് തട്ടാതെ പൊട്ടാതെ പൊളിയാതെ തകരാതെ ഇതാക്കണം നമ്മളെ കൈമിൽ ഇങ്ങനെ സുരക്ഷിതാന്ന് ഇത് കൊണ്ട് മലിക്ക് തീരെ ഇങ്ങനെ വരേണ്ടി എവിടെ പൊട്ടാണ്ടെന്ന് എവിടെ പൊളിയേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പഞ്ചമായുധം. 1 നിക്കാരം കല്ലാവുക, 2 തുടങ്ങിപ്പായുക, 3 യാത്രാക്ലേശം, 4 ഉറക്കം ശരി, 5 ഗൈബത്തും നമീമത്തും കേൾക്കുക എന്നെല്ലാം ഉണ്ടാവും. അപ്പം മൈറ്റത്ത് അതെല്ലാം ഉണ്ണി. ഇനി فمن اضطر غير باغ ولا عاد فإن ربك غفور رحيم. وعلى الذين هادوا حرمنا كل ذي ظفر ومن البقر والغنم حرمنا عليهم شحومهما إلا ما حملت ظهورهما أو الحوايا أو ما اختلط بعظم ذلك جزيناهم ببغيهم وإنا لصادقون. وإن كذبوك فقل ربكم ذو رحمة واسعة ولا يرد بأسه فإن كذبوك فقل ربكم ذو رحمة واسعة ولا يرد بأسه عن القوم المجرمين. يقول الذين أشركوا لو شاء الله ما أشركنا ولا آباؤنا ولا حرمنا من شيء كذلك كذب الذين من قبلهم حتى ذاقوا بأسنا قل هل عندكم من علم فتخرجوه لنا إن تتبعون إلا الظن وإن أنتم إلا تخرصون. قل فلله الحجة البالغة فلو شاء لهداكم أجمعين. قل هلم شهداءكم الذين يشهدون أن الله حرم هذا فإن شهدوا فلا تشهد معهم ولا تتبع أهواء الذين كذبوا بآياتنا والذين لا يؤمنون بالآخرة وهم بربهم يعدلون. قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون. ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا الكيل والميزان بالقسط لا نكلف نفسا إلا وسعها وإذا قلتم فاعدلوا ولو كان ذا قربى وبعهد الله أوفوا ذلكم وصاكم به لعلكم تذكرون.
وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. അവിടെ വരെയുള്ള പ്രായത്ത് താലും 151, പിന്നെ 52, 53 മൂന്നായത്തല്ലേ. ഇതിന് വലിയ പ്രാധാന്യം. എന്താ പ്രാധാന്യം? ഔറാത്തിലാവട്ടെ, ഇഞ്ചിലിലാവട്ടെ, ഖുർആനിലാവട്ടെ, സബൂറിലാവട്ടെ, ഫുർഖാനിലാവട്ടെ, അല്ലാഹു തആലാൻ്റെ എല്ലാ അഹ്കാമുകളും ഇതിലടങ്ങുന്നവൻ. അതുപോലെ എല്ലാ ഹദീസുകളും ഇസ്ലാമിൻ്റെ ഉസൂലും എല്ലാം ഈ 3 ആയത്തിലേക്ക് മടങ്ങുന്നവൻ. എത്ര കാര്യം ഉണ്ടാകും പറഞ്ഞിട്ട്? അതാ 8 കാര്യം ഉണ്ടായാൽ അതിനൊരു പേരല്ലുണ്ടല്ലോ, എന്തോ ഒരു സമ്മാനിയോ ഒരു അഡ്രസ്സ് തന്നെ ഉണ്ട്. എത്ര? 8 അല്ലേ? അതന്നെ. എന്തല്ല പറഞ്ഞത്? വാ ഇങ്ങോട്ട് വാ, എൻ്റെ അടുക്കലേക്ക് വാ. റബ്ബ് ഹറാമാക്കിയ കാര്യമെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നിട്ടാണ് തുടങ്ങുന്നത്. ഒന്ന്, അല്ലാ തുശ്രിക്കൂ ബിഹി ഷൈഅ, അത് അള്ളാഹുമായിട്ടുള്ള ബന്ധം. വമിൽ വാലിദൈനി ഹിസാൻ, അള്ളാഹിനെ വിട്ട് കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ കൂട്ടത്തിൽ ആര് വിട്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടു. പിന്നെ ഒഴിവാച്ചാൽ പിന്നെ ആരായിട്ടും വാലിദൈനി. പിന്നെ ഫർ അല്ലേ, വാലിദൈനിൽ ഉസൂലാന്നല്ലോ ഫർ. അപ്പോൾ ഖത്ലുൽ ഔലാദ്. പിന്നെ വലാ തഖർബുൽ ഫവാഹിഷ മാ ലഹറ മിന്ന വമാ ബത്തൻ വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഇതിൻ്റെ സമാപനം ദാലികും വസ്സാക്കും ബിഹി ലഅല്ലക്കും തഅഖിലൂൻ. ഇനി വലാ തഖറബു മാലൽ യതീമി ഇല്ലാ ബില്ലത്തി ഹിയ ഹസൻ ഹത്താ യബ്ലുഗ അശുദ്ദ വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്. അതിനൊക്കെ ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന് ഒരു അനുബന്ധം കൂട്ടി. വൈദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബ വബിഅഹദില്ലാഹി ഔഫു. കണ്ടോ? ദാലിക്കും വസ്സാക്കും ബിഹി, എല്ലാത്തിൻ്റെയും സമാപിന് എന്താ? വസ്സാക്കും ബിഹി, വസ്സാക്കും ബിഹി ഉണ്ടാവും. ലഅല്ലക്കും തദക്കറൂൻ. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി ദാലിക്കും വസ്സാക്കും ബിഹി. പക്ഷെ വസ്സാക്കും ബിഹിക്കുണ്ടല്ലോ ഒന്നുണ്ടോ? ഒന്ന് ലഅല്ലക്കും തഅഖിലൂന, രണ്ടാമത്തേൽ ലഅല്ലക്കും തദക്കറൂന, മൂന്നാമത്തിൽ ലഅല്ലക്കും തത്തഖൂന. അത് വെറുള്ളൊരു ആവർത്തനമല്ല, 3 ഇനം. കുറേ കൊല്ലം മുമ്പ് നടുവിൽ സ്കൂളിൽ 1970 ഞാൻ സരസ്വതി പഠിക്കുന്ന കാലം. പോയി ആടെ എന്താണെന്ന് ഇപ്പോൾ എക്സ്പോ എന്നാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആടെ മുസ്ലിം അധ്യാപകന്മാരുണ്ട്, പിന്നെ ഹിന്ദുക്കളുണ്ട്, കുറേ ചേട്ടന്മാരുണ്ട്. അവരവരുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് എന്താക്കണം, കുറച്ച് വിശദീകരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പരിപാടി. അപ്പം ആരെല്ലോ നാട്ടുമ്പുറത്തും കൂട്ടമായിട്ട് വരും. ഒരു 3 ദിവസത്തെ പരിപാടി. അപ്പോൾ അടുത്ത ഒരു മുസ്ലിം മാഷുണ്ടായി. അയാൾക്ക് മാഷെന്നല്ലാതെ കണ്ട്, മാഷ് എന്ന് പറഞ്ഞാൽ എല്ലാം തിരിയുന്നാളെന്നല്ല അർത്ഥം. ആശാരി എന്ന് പറഞ്ഞില്ല, ഇപ്പോൾ കുച്ചക്കിഴമ്പ് പോകുന്ന ആശാരി എന്ന് പറഞ്ഞാൽ എല്ലാം എന്ന് പറഞ്ഞു. ശാരി എന്ന് പറഞ്ഞാൽ തികഞ്ഞ അല്ലെങ്കിൽ വലിയ വിദ്വാനായ ആളെന്നാണ്. എല്ലാം അറിഞ്ഞ സർവജ്ഞൻ ആശാരിൻ്റെ മകന. ജോനന്തല്ലോ പോയത്തം പറയുന്നത് എന്താ? ആശാരി വരുന്നത് ഞമ്മ അങ്ങോട്ട് ചാർത്തി കൊടുത്തിട്ടോ കൈമ്പറിയുന്ന ആളെന്നും പറയുന്നില്ല. ഒരാളിങ്ങനെ നമ്മളെ മൂപ്പനാവും. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനന്ന് ഇവനാക്കണ കുറച്ച് വലുത് അല്ല, അപ്പം ഞാനൊരു കുടുക്കിപ്പെട്ടിട്ടുണ്ട്, ഇസ്ലാമിൻ്റെ ഗ്രന്ഥമെല്ലാം അവതരിപ്പിച്ചിട്ട് എന്താക്കണം, വിശദീകരിക്കണം, എനിക്കെന്തെങ്കിലും അറിയാം, അതുകൊണ്ട് നിങ്ങൾ വന്നിട്ട് സഹായിക്കണേ 3 ദിവസം. ആയിക്കോട്ടെ വരാം. അയാൾ കൊണ്ടാന്ന് ഏതാന്ന്, ഒന്ന് ഖുർആനും മറ്റൊന്ന് മിസ്കാത്തും. അല്ല, അധികാരിക ഗ്രന്ഥമായിട്ട് മിസ്കാത്ത് ഹദീസാന്നല്ലോ. അപ്പോൾ ഞാനാന്ന് ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഖുർആനാന്ന്, തൊടാൻ വിടില്ല. അങ്ങനെ വൃത്തകളുണ്ട് എനിക്ക്. നോക്കട്ടെ എന്ന് പറഞ്ഞാൽ കൊടുക്കണ്ടേ? അതിനാ. അപ്പം നിങ്ങൾ തീവ്രവാദിയാണ്. പത്രത്തിലേ കൊടുക്കാമെന്നുണ്ടല്ല, കുല്ലനഫ്സിൻ ദായിഖത്തുൽ മൗത്ത് പത്രത്തിൽ പണ്ടൊക്കെ നിരത്തിയിട്ട് കൊടുക്കാമെന്നാണ് മുസ്ലിംക്കന്മാർ പറയുന്നത്.
പണ്ട് ആയത്ത് കൊടുത്ത് നാലും നബിയെല്ലാം കൂടി ഞാൻ വോയിസ് ഇട്ടപ്പോൾ ഒരൊറ്റ സെക്കൻഡോട് മറുപടി ഒന്നല്ല. പിന്നെ കൊല്ലട ഹംകെ, പിന്നെ ഇബിനുൽ കൽബെ, ഇവനെ പിടിച്ചിട്ടാൻ ആളില്ലേ? 3 ആയത്തിൽ കുറഞ്ഞത് ഖുർആനല്ല എന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ പഠിച്ച രാഹില ഇത് എന്തെങ്കിലും ജനങ്ങൾക്കറിയാമോ 3 ആയത്തോ 4 ആയത്തോ എന്തെങ്കിലും എണ്ണൊന്നു? 3 ആയത്തിൽ കുറഞ്ഞ ഖുർആനല്ല. 3 ആയത്തിൽ കുറഞ്ഞ ഖുർആനല്ലെങ്കിൽ ഖുർആൻ ഓതൽ മത്തുലബായ സ്ഥലത്ത് മുഫീമായ ആയത്തോദ്യമായി പറയുന്നത് എന്തുണ്ടെന്ന്? ഖുതുബയിൽ ഒരായത്തോതണ്ടേ? ആ ആയത്തെന്താക്കണം? പൂർണ്ണ സെൻറ്റൻസ് ആകണം. അതാ മുഫഹിം എന്ന് പറഞ്ഞാൽ. അപ്പോൾ വൽ അസർ എന്ന് പറഞ്ഞിട്ട് എന്താക്കാൻ പറ്റില്ല. അങ്ങനെയാണ് 3 ആയത്തിൽ കുറഞ്ഞാൽ ആ ഖുർആൻ അല്ലെങ്കിൽ ഖുർആൻ ഓതിയത് ഖുതുബ ശരിയായിട്ടില്ലല്ലോ. ആ അതെ, അത് ആവില്ല. ആയത്തുദ്ദീന് ഒരു പേജ് ഫുള്ള്. ആ അപ്പോൾ പഠിക്കാത്ത ജാഹിലല്ല, പഠിച്ച ജാഹിലത്. ഇനി അഥവാ വാദമുഖത്തിനെ സംബന്ധിച്ചാൽ തന്നെ 5 ആയത്ത് കൊടുത്തിട്ടുണ്ട്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് മുഴുവനും കൊടുത്ത്, പിന്നെ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തമന്നായിട്ട് ഉറപ്പായിട്ട് മലൈക്കത്തിൽ വിളിച്ചോന്ന് ഇവർ കേട്ടണമല്ലോ. റാദിയത്തെ മർദിയ ഫദുഖുലി ഫി ഇബാദി വദുഖുലി ജന്നത്ത്. എത്ര ആയത്തായി? 3 ആയത്ത് എന്ന് വെച്ചാൽ വാദമുഖത്തിന് സംബന്ധിച്ചാൽ തന്നെയും ഇവിടെ 5 ആയത്തല്ല. അപ്പം അതിനെ പത്രത്തിൽ കൊടുക്കാതെ പയ്യ മത്തി കെട്ടുമ്പോൾ കെട്ടാം, ചവിട്ടി വരക്കാം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പഠിപ്പ്. അല്ല, ഇങ്ങനെ പത്രത്തിൽ ഖുർആൻ ആയത്തുകൾ കൊടുക്കാൻ പാടില്ല എന്ന് എന്താക്കി ഞാൻ നിർദ്ദേശം കൊടുത്തപ്പം ഖാദിറും നബീലും കൂടി വോയിസ് ഇട്ട്. എനിക്ക് വോയിസിൻ്റെ ഇതൊന്നും അറിയില്ല. ഉടനെ ആലും വായിച്ച് തീർന്നതിന് മുമ്പ് തന്നെ മറുപടി വന്നു. ഇവരെ പിടിച്ച് കെട്ടാൻ ആളില്ലേ, നമുക്കിനെ കെട്ടാൻ ആളില്ലേ? അതിനപ്പുറം എന്താ ഇബിനുൽ കൽബെല്ലാം വിളിച്ചിട്ടുണ്ടായില്ലേ? ഇത്രയും സംസ്കാര ശൂന്യമായ വാക്ക്. മറ്റുള്ള എന്തെല്ലാം വോയിസും പ്രതികരണങ്ങളും വരുന്നു. അപ്പം പത്രത്തിൽ കൊടുക്കാം എന്നാണ് ഇവർക്ക് പഠിപ്പിച്ച പഠിപ്പ് അല്ലേ? ഫുഖഹാക്കന്മാർ എന്താ പറഞ്ഞു? വലോ ബഅദ കലിമത്തിൻ, ഒരു കലിമത്തിൻ്റെ ബഅദായാലും ഒന്നുമില്ലാണ്ട് തൊടാൻ പറ്റില്ല എന്നാണ്. ഒരു കലിമത്ത് എത്രയാന്ന്? കൊൽ എന്ന് പറഞ്ഞ കൊല്ലു അള്ളാഹുവിൻ്റെ കൊല്ലെന്നാണെങ്കിൽ അത് ഒരു കലിമത്താണ്. ബഅദ കലിമത്തായ കാഫ്. അപ്പം ഇഖ്ലാസിലുള്ള കൊൽ എന്ന കാഫാണെന്ന് കണ്ടാൽ ഒന്നുമില്ലാണ്ട് തൊടാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞ വ്യക്തിയിൽ. അപ്പം ഇവനെടുത്താ പഠിച്ച അതാണ് പഠിപ്പേത്. ഇൽമുല്ലാറ് മിൻ ഇൽമിൻ ലാ യൻഫഉ. ലാ യൻഫഉ എന്ന് പറഞ്ഞാൽ ഇൽമു ഉപയോഗിച്ചിട്ട് ഓൻ്റെ തന്നിഷ്ടവും ഓൻ്റെ തോന്നിയാസത്തിനും തെളിവാക്കുന്ന രംഗമാണിത്. ഇൽമുൻ നാഫി അല്ല മാറ്. അതിനാ നബിതങ്ങൾ കാവലിനെ തേടിയത്. ഇൽമേറെന്ന് പറഞ്ഞാൽ എന്താക്കണം? ഹസിയത്ത് മാതാബ് വരണം. താലീമാക്കപ്പെട്ട സാധനത്തിനോട് താലീമ് വേണം. അപ്പം എന്താക്കും? മൊത്തത്തിൽ ഖുർആൻ താലീമാക്കുന്നതിന് പുറമെ ഖുർആനിൽപ്പെട്ട ഒരു ബഅദ താലീമാക്കലാണ് ഇൽമിൻ്റെ ഫായിദ. അപ്പോൾ പഠിച്ചിട്ട് ഇപ്പം എന്താ കിട്ടിയത്? നബിതങ്ങൾ കാവലിനെ തേടി ഇൽമ ഇവർക്ക് കിട്ടിയത്. എന്നിട്ടോ 100 കാറ് ജാഥ പോകണം പോലും. ഒരാൾ മെച്ചീൻ അങ്ങനെ ജാഥ പോകാൻ ഇസ്ലാമിലെവിടെയും ഉണ്ടോ? റോഡ് ബ്ലോക്ക് ആക്കണം. ഇപ്പം തന്നെ കാറ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് വേവ് വാങ്ങുന്നില്ല. ഈനെ ചിലവാക്കുന്ന വണ്ടി ചിലവ്, യാത്ര ചിലവ് എത്ര രൂപ എണ്ണ അടിക്കണം? ആർക്ക് വേണ്ടിയിട്ടായി പോകുന്നു? അതും യൂണിഫോമത്തെ കാറായിരിക്കുമ്പോഴോ? വിവരങ്ങളെ കാറൊന്നും പറ്റൂല. അപ്പം അത് സുന്നത്താന്ന് വാദിച്ചാൽ മറ്റൊരു സുന്നത്തല്ല എന്ന് പറയുമ്പോൾ എല്ലാം എന്നാ സമ്മതിക്കേണ്ടി അമ്മ. ഒരാൾ മരിച്ചാൽ എന്ത് കാക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ലേ? അപ്പോൾ എന്നുണ്ടാക്കിയാലോ സുന്നത്തിൻ്റെ അഡ്രസ്സ് ഒട്ടിച്ചാൽ ആയി. കോട്ടക്കലയിലും മരുന്ന് പോലെ ഡേറ്റ് തീരുമ്പോൾ 1 മാസത്തിന് മുമ്പ് എന്താക്കും? പുതിയ ഡേറ്റ് കൊടുത്തിട്ട് നോട്ടീസ് അടിക്കും. ചില പറിച്ചൊരു ഒറ്റ ഒട്ടിക്കലാകുമ്പോൾ 5 കൊല്ലം ഗ്യാരണ്ടി പിന്നെയും കിട്ടി. ഇത് മരുന്ന് ചീഞ്ഞ് മാറിയിട്ടുണ്ടാവും. ഡേറ്റ് നോക്കുമ്പോൾ 5 കൊല്ലം ഗ്യാരണ്ടി ഇനിയുണ്ട്. അല്ല തോട്ടിലിടാൻ ആരും ഒരുങ്ങോ? അതാ. എന്നിട്ട് ഞാൻ എടുത്തിട്ട് എന്താക്കിയെന്നറിയോ? എൻ്റെ മനസ്സിൽ കണ്ടത് ഇതൊന്ന് ഓതി കൊടുക്കാൻ. കൊൾ തആലു അത്ലു മാ ഹറമ റബ്ബുക്കുന്നുണ്ട്. ആ കേൾക്കാൻ അപ്പം ചേട്ടന്മാരല്ലേ, കേൾക്കാൻ നമ്മൾ ഇമ്പം ഉണ്ട് കേട്ടോ. അതൊന്ന് വിശദീകരിച്ചെന്നാലോ? അതൊന്ന് വിശദീകരിച്ചുകൂടെയെന്ന്. ആയിക്കോട്ടെ, ഇത് ഓതി കൊടുത്തു. ഇതാണ് നമ്മളെ വേദഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. എന്നിട്ട് മൊത്തത്തിൽ കൊള്ളാവുന്നതാണല്ലോ, ഇതൊക്കെ ശരിയാണെങ്കിൽ കൊള്ളാവുന്നതാണ്.
അപ്പം ശരിയാന്ന് തോന്നിയിട്ടില്ല. ആണെങ്കിൽ ശരിയാണിത്. ഇത് കൊണ്ടാകുന്നത് ഖുർആനാണെന്ന് എനിക്ക് തിരിയണ്ടേ? ഖുർആന് ഞാൻ ഓതിയതിന് അർത്ഥം ഇന്നതാണെന്നും തിരിയണ്ടേ? ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ കൊള്ളാമല്ലോ. കൊല്ലം കുറയായി 70 ഞാൻ 3 ദിവസം അവിടെ കൂടി. ഇനി അടഞ്ഞത് എന്താണാവോ എന്ന് ചോദിക്കുമ്പോൾ അതിങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. എൻ്റെ ഖുർആനെ പറ്റി എനിക്ക് കുറച്ച് മിസ്കാത്തി നോതി തുടങ്ങി കൊടുക്കണം. അത് എന്തെങ്കിലും പാവെടുത്തിട്ട് അതെല്ലാവർക്കും പറ്റാവുന്ന ഒരു പൊതു തത്തുള്ളതേ എടുക്കുമോ? കുറേ നീട്ടി പറയാൻ കഴിയില്ലല്ലോ. ആ അവിടെ സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞ ലക്ഷ്യമില്ല. അയാത്ത് മാത്രം മുട്ടെടുക്കാൻ കഴിയുമോ? വികല അല്ലാണ്ട് അടിക്കില്ലല്ലോ. അതിനല്ല മാസിക ഉണ്ടാക്കുന്നത്. ഉടനെ ഞാൻ പറയില്ല, ഞാൻ പരിഭാഷ പടലില്ലാന്ന്. കാരണം പരിഭാഷകന് ഇതിൻ്റെ അസൽ കോപ്പി കിട്ടാത്ത കാലത്തോളം പരിഭാഷകൻ കൊത്തിച്ചേർത്തതും ആകാം. അതിൻ്റെ മൂലഗ്രന്ഥം നമുക്കറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഒന്നിനും പരിഭാഷ ഞാൻ വായിക്കലില്ല. അത് വായിച്ചാൽ തന്നെ തെളിവാക്കൂല. കുളുകുളുവിൽ എത്ര യഹൂദികളും മസാല പറയുന്നുണ്ട്. നമുക്ക് ആധികാരികമായ കിതാബിന് എന്തിൻ്റെ ക്ഷാമം ഉണ്ടായിട്ടാണ് കുളുകുളുവിനെ പിടിക്കുന്നത്? അത് ആലിമിനല്ല അംഗീകരിക്കുന്നു, കുളുകുളുവിനല്ല. അതിപ്പം ആ കുളുകുളുവിലില്ലാത്ത ആലിമ്യങ്ങൾ പുറത്തുണ്ടല്ലോ. നമ്മൾ വിചാരിക്കുന്നില്ല കേരളത്തിൽ ആലിമ്യങ്ങളില്ലാന്ന്. ഒരാളെ പ്രസംഗിച്ച് കേരളത്തിൽ മുസ്ലിം എന്താന്ന് ഒരൊറ്റ മഹിളമാർ കിതാബ് ഉണ്ടാക്കില്ല. ഒന്നുണ്ടെങ്കിൽ കാണിച്ചാണ്. സാലി ഉസ്താദ് 2500 കിതാബ് കാണിച്ചു കൊടുത്തിട്ട് ഓനിക്ക് തിന്നിട്ടില്ല. ആ ശ്രദ്ധയിൽപ്പെടാത്തത് 5000 കോപ്പി വേറെ ഉണ്ടാവും. കയ്യത്ത് കോപ്പിയിട്ട് കിടക്കുന്നു. ഒറ്റ പ്രസംഗിച്ചു ഉണ്ടേ കാണിച്ചേരി. എല്ലാം പറ്റിയ ആലിമ്യങ്ങളുണ്ടല്ലോ. ഇല്ലാത്തതാണ് ഇല്ലയെന്നല്ലല്ലോ, അപൂർവമാണെങ്കിലും ഇല്ലയെന്ന് പറയാൻ പറ്റൂലല്ലോ. പിന്നെ ഒച്ചപ്പാട് കേട്ടുകൊണ്ട് തീരുമാനിക്കാനാവില്ല. എന്താണ് ചെണ്ടൊക്കെ കുട്ടിയെ ഭയങ്കര ഒച്ചയാണ്, എന്താ ഉള്ളു പൊള്ളയാന്ന്. അതേ അവസരത്തിൽ ചുമരിന് കുട്ടിയൊക്കെ കേട്ടാൽ ഒച്ചയാക്കൂല. അതാണ് മുഴുവനും ജമാതാന്ന്, കട്ടിയുണ്ട്. അതിന് ഈ ഗുളുകുളുവിനെ തെളിവാക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഇന്ന കിതാബിലുണ്ടെന്ന അന്ന കിതാബ് എടുത്ത് നോക്കണം. അതെന്താ കിതാബ് അട്ടിമറിച്ചതും ഉണ്ടാവും. മുമ്പുണ്ട്. എന്താണ് അതിൻ്റെ ആശയം എന്താണെന്നറിയോ? കബറിൻ്റെ മേലെ ഖുർആൻ ഓതാൻ വേണ്ടി ഒരുമിച്ച് കൂടൽ വിദേഹത്തെ മുങ്കറത്താണ് എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. കിതാബിൻ്റെ പേര് കാലക്കേട് ഞങ്ങൾ കൊടുത്തും പോയില്ലേ. ഞാൻ ആ മുസന്നിഫിൻ്റെ പേര് നോക്കുമ്പോഴേക്ക് നമുക്ക് അങ്ങനെ ഒരാൾ അത് പറയൂല എന്നാണ് പറഞ്ഞു. ഞാൻ ഉസാലിയും കൂടി കിതാബ് വരുത്തുമ്പോൾ വമാഖീല മാഖീല തുടക്കത്തിലുണ്ട്. എന്താണ് പറയപ്പെട്ട ഒന്ന്? എന്താ ഖുർആൻ ഓതാൻ വേണ്ടി കബറിനടുക്കൽ ഒരുമിച്ച് കൂടൽ വിദേഹത്തെ മുങ്കറത്താണെന്ന് പറയപ്പെട്ട ഒന്ന് ബാത്തിലോൻ മർദൂദോൻ, അത് ബാത്തിലുമാണ്, തള്ളപ്പെടേണ്ടതാണ്. ഈ മാക്കീല ഒഴിവാക്കി ബാത്തിലും മർദൂദും ഒഴിവാക്കി ഇത് മാത്രം എടുത്ത് ആ മുബ്തദി ഖബർ കളിച്ചു. എന്തുകൊണ്ടാണ്? അതിനപ്പുറം തെളിവും പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഖബറിനടുക്കലേക്ക് കൂടെ നടന്നു പോയപ്പോൾ എന്തായി? 2 ഖബറാളികൾ ശിക്ഷിക്കപ്പെടുന്നതായി തങ്ങൾക്ക് കശ്ഫുണ്ട്. ഒരാൾ മൂത്രം ശുദ്ധിയാക്കാതാണ്ട് എന്താക്കും? അതിൽ കെയർലെസ്സായി. മറ്റൊന്ന് നമീമത്തും ഗീബത്തും നമീമത്തും കൊണ്ട് നടക്കുന്നു. എന്നിട്ട് തണ്ട് വാങ്ങിയില്ലേ പച്ചച്ചെടിൻ്റെ, ഓരോന്ന് നട്ടിട്ട് പറഞ്ഞു ഇതിൻ്റെ തസ്ബീഹിൻ്റെ ബറക്കത്ത് കൊണ്ട് അവർക്ക് ലേശം ലഘൂകരിക്കട്ടെ എന്ന്. അതിൽ നിന്നെന്താ കൗലാ ഖിയാസ് പിടിച്ചു. കാരണം നബാത്താത്തിൽപ്പെട്ട ഗൈറു ആക്കില നബാത്താത്തിൻ്റെ നമ്മൾ കേൾക്കാത്ത മനവിയ തസ്ബീഹുണ്ട്. ആ തസ്ബീഹ് കൊണ്ട് തഖ്ഫീഫ് കിട്ടുമെങ്കിൽ തസ്ബീഹിനാക്കാണ് വലുത് തിലാവത്തുൽ ഖുർആൻ കൊണ്ട്
ആ മയ്യത്തിന് കൃപ ചെയ്യണേ എന്നുള്ള നിലക്ക് നല്ല നീയത്തിൽ ഒരു മൂമിനായ മനുഷ്യൻ ഓതിയാൽ അവല കൊണ്ടും തഫീഫ് കിട്ടുമല്ലോ തെളിവും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വെട്ടി മാറ്റിയിലുണ്ടാക്കി അന്നലിജിത്തിമ എന്ന് തുടങ്ങിയിട്ട് അല്ല അന്നാ തുടങ്ങിയില്ലെങ്കിൽ തന്നെ മുമ്പെന്തോ പോയി മനസ്സിലാക്കാമല്ലോ. അന്ന പറയേണ്ട സ്ഥാനത്ത് നോക്കിയാൽ എൻ്റെ മുമ്പെന്തോ ഒരു കിളിമത്ത് പോയി എന്ന് മനസ്സിലാക്കിക്കൂടെ? ഇടയിലേ വരുള്ളൂ. ഇന്നാന്ന് തുടങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ ഇട്ടിതാകാക അല്ലേ? പക്ഷെ അന്നാന്ന് പരിഭാഷയിൽ ഇത് കൊടുക്കൂല, അർക്കത്ത് കാണൂല അല്ലേ ബഷീർ ഉസ്താദേ? ഒരാൾ തുടക്കത്തിൽ തന്നെ അന്നാന്ന് തുടങ്ങിയിട്ട് ജുംല പറഞ്ഞാൽ അതിന് മുമ്പെന്തോ കട്ടുപോയിട്ടുണ്ട് നമുക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം അന്ന മുഹമ്മദ് റസൂൽ എന്ന് പറയുമ്പോൾ അഷദു നാടെ കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഗുളുകുളുവിനൊന്നും തെളിവാക്കാൻ പറ്റൂല. ഇനി ആ തെളിവാക്കുന്ന ആളാക്കുന്ന പറഞ്ഞോട്ടെ, എന്നോടെ കുതിര കറിക്കോട്ട് പറയാൻ തെളിവാക്കൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ തെളിവാന്നും പറഞ്ഞിട്ട് വലിപ്പം ഭയങ്കരമോ. ഇനിയിപ്പോൾ പാർട്ടി ഉണ്ടാവും, ഇന്നെൻ്റെ ഇസ്മിന് നെസ്ബ റഫാ ചെയ്യേണ്ടതെന്നല്ലേ തർക്കം. പിന്നാളെ ഒരു പാർട്ടി ഉണ്ടായി ഇനി അല്ലാ സയ്യിദന മുഹമ്മദിനില്ലതി അല്ലതി പോണോ വേണ്ടിയോന്ന്. അറബി ഭാഷ അറിയുന്ന ചെറിയ പിള്ളേർക്കും അറിയാം എന്താണ് അല്ലതിയാടെ വേണോന്ന്. എന്താണ് ഒരു മാരിഫയായ ഇസ്മിനെ ജുംല കൊണ്ട് സിഫത്ത് പറയുമ്പോൾ അല്ലതി കൊണ്ട് കൊളത്തണമെന്ന് എല്ലാ നെഹവിൻ്റെ കിതാബിലും മുജുമൻ അലിഹിയാന്ന്. അപ്പം ഈ പറയുന്ന നെഹവ് അറിയില്ലേ? അറിയാതിരിക്കാം, അല്ല അറിയാതിരിക്കാം. ഇത് കണ്ട് മനസ്സിലാക്കുന്ന അയാൾക്ക് അറിയില്ലെന്നാണ്. അലാ സയ്യിദന മുഹമ്മദിൻ തൻഹല്ലു ബിഹി എന്ന് പറഞ്ഞാൽ പറ്റൂല അല്ലേ? ബഷീർ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്നുള്ളത് മാരിഫയായ ഇസ്മാന്ന്, തൻഹല്ലു ബിഹി എന്ന് അതിൻ്റെ വസ്ഫാന്ന്. വസ്ഫ് പറയുമ്പോൾ അല്ലതി കൊടുത്തോളണം. ഹാലും ആകും അത് എന്നല്ലേ? അത് ശരിയാവില്ല. അയാൾക്ക് ഞാൻ പറയുന്നത് അതിനുവേണ്ടി ഒരു പാർട്ടി, ഒരു യൂണിയനും ഒരു ചാനലും ഇതിലോ തിരിച്ചു പറയുന്നത് എന്തല്ലോ കള്ളൂടെ മാറും കൂടി പറയൂല ഇജാതി ശബ്ദം ശത്തുമോ. ഇതാ സമുദായം അത് നസ്സായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മളെ ഖലീലത്തുൽ ബഹിയാൻ്റെ ഷറഹിൽ സാബിയമ്മ തുടങ്ങും അൽഹംദുലില്ലാഹില്ലദീ. ഇത് അല്ലദീ എന്ന് പറഞ്ഞതിന് എന്താ പറയുന്നത്? മാരിഫയായ ഇസ്മിന് ശേഷം ജുംല കൊണ്ട് സിഫത്ത് പറയുകയാണെങ്കിൽ അല്ലദീ കൊടുക്കൽ വുജൂബാകുന്നു. ഇനി നാരി സലാത്തിൻ്റെ റിവായത്ത് റിവായത്ത് എടുത്തു നോക്കിയാലും അല്ലദീ ഇല്ലാണ്ട് ഇല്ലാൻ തരും. അതേസരത്തിൽ വേറെ റിവായത്തുണ്ട് അലാ നബിയ്യൻ തൻഹല്ലു ബിഹി. അവിടെ നബിയ്യൻ എന്നുള്ളത് നെക്കിയാണല്ലോ. മാരിഫ മാരിഫ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന സാധനം. നക്കിറ എന്ന് പറഞ്ഞാൽ മുബഹമാന്ന് എന്തു ആവാന്ന്. മാരിഫയാക്കാൻ അല്ല് കൊടുക്കലുണ്ട്, ചിലപ്പോൾ ഇലാഫത്ത് കൊടുക്കലുണ്ട്. ഇപ്പം കന്നഡ ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞാൽ കന്നഡ നക്കിരിയാന്ന്. ഇംഗ്ലീഷ് എന്താ പറയല്? അതെ. അതിന് ഡെഫിനറ്റ് ആക്കാൻ വേണ്ടി എന്താക്കും? ഒന്നിക്ക് അല്ല് കൊടുക്കും. അൽ കന്നഡ എന്ന് പറഞ്ഞാൽ ഈ കന്നഡ ഇരിക്കും. അല്ലെങ്കിൽ എൻ്റെ കന്നഡ എന്ന് പറയുമ്പോൾ ഇലാഫത്തുകൊണ്ട് എന്താക്കും? ഇതെന്താക്കും? മാരിഫയാവും. ആ അൽഹംദുലില്ലാഹി അല്ല മാരിഫയല്ലേ? അല്ലദീ അൻസലൽ കിതാബ സുബ്ഹാനല്ലദീ അർസല ബിഅബ്ദിഹി. പിന്നെ അതിന് ബാധിക്കുന്നത് നമ്മൾ ഉസ്താദിന് നെഹവ് അറിയില്ലേന്ന്. അറിയോ ഇല്ല നമുക്ക് അറിഞ്ഞൂടാ. ഈ ഉദാഹരണത്തിൽ നിന്ന് അറിയില്ല എന്ന് മനസ്സിലുന്നുണ്ട്. അതിനൊരു തായ്ഫത്ത്, ഒരു ചാനല് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്ബുൽ സത്തുമ്പം പറയാൻ. ചുരുക്കത്തിൽ എന്താണ്? അല്ലാഹു തആല ഒരു മനുഷ്യൻ ഖൈറോട് ഉദ്ദേശിച്ചാൽ മിനൽ സിഫയിൽ എന്താ ഊരിയ അവൻ്റെ ദുനിയാവിലും ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളായിരിക്കും അവൻ്റെ സമയവും ഊർജ്ജവും ആയുസ്സൊക്കെ ചിലവാക്കുക. അല്ലെങ്കിലോ മറ്റൊരു വഴിക്കായിരിക്കും. അത് തന്നെ ഇപ്പം കാണുന്നു. അതെ, മറ്റു നാട്ടിൽ അങ്ങനത്തൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അവിടെ മറച്ചു വെക്കലേ ഉള്ളൂ. ഇപ്പം ഇത് കഴിഞ്ഞപ്പോൾ എത്ര ഇൽമ ഉപകാരത്തിന് എത്തിയെന്നിരിക്കും. അതെല്ലാം ആരാടാ പഠിപ്പിച്ചത്? ഇന്നാണ് ആരാടാ ഉണ്ടാക്കിയത്? യാ ജമിനൽ കൽബ്.
അത് എന്നെ പായുന്ന റഫ എന്ന് പറഞ്ഞാലുണ്ടാവും എൻ്റെ തായിഫത്ത് എല്ലാം എന്ന് പറയാൻ. അല്ലെങ്കിൽ മുമ്പ് തന്നെ ശരിയാന്ന് വന്നാലും മുജാദൽ ഇസ്ലാമിൽ പാടില്ല എന്നെന്തിനാണ് ഹിയയിലും വിദായത്തിൽ ഹിദയിലും എല്ലാ കിതാബിലും പറയുന്നില്ലേ? തെറ്റിക്കൊടുത്തേ ഇല്ലേ? അത് ബാക്കിയെല്ലാം മുജാദലിയാണ്. അവനോട് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. കവലയിൽ സംസാരിക്കുന്ന ശരിക്കും ഇതെല്ലാം ഹക്കാണെന്ന് അറിഞ്ഞിട്ടും അതിനെ മറച്ചു വെച്ചിട്ട് തന്നെ ജനങ്ങളെ കബളിപ്പിക്കാനും നശിപ്പിക്കാനും തന്നെയാണ്. അതന്നെ. ഇപ്പം സബ്ബിയ തരീഖത്തില്ലേ കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ? ഉണ്ട്. അതിനിപ്പോൾ കുറേ ആളുകളുമുണ്ട്. സബ്ബിയ എന്ന് പറഞ്ഞാൽ എല്ലാ അലിമ്യങ്ങളെ സാധാത്യങ്ങളെ പൊളിച്ച ചീത്ത പറഞ്ഞോളാം. അത് ഒരിക്കലും അവസാനിക്കില്ല. കടലിലെ തിര പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതാ മശായിഖമാരുണ്ടാക്കിയ തരീഖത്ത്. തരീഖത്തിൻ്റെ ഏതാണ്ട് രൂപം നമുക്ക് ഏതായാലും അതൊക്കെ നല്ല മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം ഇപ്പം അത്തരം മത്താലിബ് 8 മസാല വരുമത്. ഇനി കുറേ ഹിക്കുമത്തുകൾ വേറെ ഉണ്ട്. ഇവിടെ സൂറത്തിൽ ഇസ്രാമൊക്കെ കാണാം. ഇസ്രാ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇസ്രാക്കെ എവിടെയാണ് തുടങ്ങുന്നത്? അതെ, 284 ഫസ്റ്റ് മുതൽ തുടങ്ങണം. നല്ല കിട്ടും. من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مرموما مدحورا. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ കടം വരെ അവിടെയും മദ്ഹൂറാണ്ട് അവസാനിക്കുന്നുണ്ടാവും. 39 അവസാനിക്കും. എന്നിട്ട് പറഞ്ഞു ദാലിക മിമ്മ ഔഹാ ഇലൈക റബ്ബുക മിനൽ ഹിക്മത്തി. ഒക്കെ ഹിക്മത്തിൻ്റെ മാസതക്ക്, ഹിക്മത്തിൻ്റെ വേർഡ് അർത്ഥമല്ല, മാസതക്ക് ഹിക്മത്ത് എന്ന് പറയാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്താൽ ഇതെല്ലാം കൂടെ പറഞ്ഞു കൊടുത്താൽ. സാധാരണ യൂത്തിൽ ഹിക്മത്ത മയ്യഷാവും, അതുപോലെ മയ്യുരിദില്ല ഹദീസില്ല ഹിക്മത്ത് കൊടുത്തെന്ന്. ഒക്കെ ഹിക്മത്തിൻ്റെ താരീഫല്ല പറഞ്ഞത്, താരീഫിന് എൻ്റെ ഡെഫിനിഷൻ അതല്ല. ഹിക്മത്ത് എന്ന് പറയാവുന്ന ഒരു മാസതക്ക് എന്ന് പറഞ്ഞാൽ അതിന് പേര് പറയാവുന്ന ഒരു വസ്തുവിൻ്റെ ഉദാഹരണമായിട്ട് കാണിക്കല്ലേ. അതാണ് ഇപ്പം എന്തോന്ന് ദാലിക്ക ഈ പറഞ്ഞിടത്തോളം കാര്യം മിമ്മ ഔഹാ ഇലൈക റബ്ബുക. ആ മിമ്മാൻ്റെ ബയാനാണെന്ത്? മിനൽ ഹിക്മ. അല്ലാഹു തആല തങ്ങൾക്ക് വഹി അറിയിച്ച ഹിക്മത്തിൽപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞത്. ഹിക്മത്ത് തീർന്നിട്ടില്ല, ഇനിയുണ്ട്. അതെവിടെ ഉള്ള കുറേ കാര്യമുണ്ടെന്നാണ്. അവിടെ നിന്ന് വഖളാ റബ്ബുക അവിടെ തുടങ്ങി. എന്നിട്ടോ വാലിദൈൻ്റെ ഹക്ക് പറഞ്ഞു. എന്നിട്ട് ആ ചൊപ്പം തന്നു ആതി ദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബിന സബീലി വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്താനു റബ്ബിഹി കഫൂറ. അങ്ങനെ പോകുന്നത്. വലാ തജ്അൽ യദക മഗ്ലൂലത്തൻ ഇലാ ഉനുഖിക ഇന്ന റബ്ബക യബ്സുത്തു റിസ്ഖ വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖിൻ വലാ തഖ്റബു الزنا ولا تقتلوا النفس التي حرم الله إلا بالحق ولا تقربوا مال اليتيم إلا بالتي هي أحسن وأوفوا الكيل إذا كلتم ولا تقف ما ليس لك به علم ولا تمشي في الأرض مرحا. അതെ, അതുണ്ട്. അതെ, എവിടെ അതുകൊണ്ട് ആ 8 കാര്യം ഇതിൽ ആവർത്തിച്ചിട്ടുണ്ടാവും. അല്ല, അത് അവിടെ നിങ്ങൾക്കൊന്നായി മറഹാന്ന് കിബിർ കാട്ടിയിട്ട് ഞാൻ വലിയ ആളാന്ന് കാണിക്കല്. എന്നിട്ട് പറയുന്നത് നീ മലനെ കാണാൻ വലിപ്പം കൊണ്ടില്ല, അപ്പോൾ മലയല്ലേ നിന്നെ കാണാൻ ഞാൻ വലിയ ആളെന്ന് പറയേണ്ടത്. അല്ല, പറയാൻ ഓരോ അവകാശം ആയിരിക്കുന്നുണ്ട് മലക്കുണ്ടല്ലോ. അപ്പോൾ കുറേ അമ്രുകളുണ്ടാവും, കുറേ നെഹിയുണ്ടാവും. കുറേ നെഹിയാന്ന് ഇതിലുണ്ട്.
അപ്പം ഈ നെഹികളൊക്കെ സൂക്ഷിച്ച് നിന്നിട്ട് പിന്നെ ബാക്കി ഇസ്തിഗ്ഫാറൊക്കെ ചെയ്താലും ഓരോ മനുഷ്യൻ വലിയായി, പിന്നെ അതിനപ്പുറമൊന്നും വേണ്ട. അല്ല വലിയാണ് കറാമത്തുണ്ട്. കറാമത്ത് എന്നാൽ ഇത് ചെയ്യാൻ കഴിയില്ല. കറാമത്ത് ആദ്യം കിട്ടിക്കഴിഞ്ഞു. ഇതിലാണ്ട് മാർമ്മച്ചാട്ടയല്ല കറാമത്ത്. അങ്ങനെയാണെങ്കിൽ സർക്കസ് വന്നാലുണ്ടല്ലോ, കമ്പി വെട്ടി നമ്മൾ നടക്കുന്നതാണില്ലേ ഇങ്ങനെ വടിയും പിടിച്ചിട്ട്. ഞാൻ സർക്കസ് കണ്ടിട്ടല്ലേ ഈ പറയുന്നേ, ഓട്ടത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ മോട്ടോർ സൈക്കിൾ മലത്തിയിട്ട് ഓടിക്കുന്നുണ്ടല്ലേ, അത് നമുക്ക് കഴിയാത്ത അയാൾ അത് കറാമത്താണ്ടേ. അപ്പോൾ ഇസ്തിഖാമത്താണ് എല്ലാത്തിലും കറാമത്ത്. ഈ പറഞ്ഞ പോലെ അനുസരിക്കാൻ തൗഫീക്ക് ഉണ്ടായോ അത് അതിനേക്കാണ് വലിയ കറാമത്ത് ചോദിക്കണ്ട. നമുക്ക് വേണ്ട എന്താണെന്ന് മറ്റൊരാളെ മനസ്സിൽ മറച്ചു വെച്ചെല്ലാം പറയണം. എന്നാൽ അവിടെ ഒരാളുണ്ട് എന്നിട്ട് കുറേ പണം കിട്ടും. അതിൻ്റെ ആയൊക്കെ ഏതാന്ന് പണവും ജാഹും. ഒന്ന് പണം കിട്ടല്, മറ്റൊന്നാ നോക്കിയിട്ട് ഇങ്ങനെ എരുവിന്ന് കൂട്ടാൻ കൂട്ടിയാൽ മതി. അയാളാരാന്നറിയോ? മാതറാക്ക മാഹുവ, അയാൾ ആരാന്ന് അങ്ങേക്ക് അറിയാവോ? അതാ ജാഹ്. അങ്ങനെ എരിയണമെങ്കിൽ നല്ല കുരുമുന്നാ പോരെ. അതുകൊണ്ട് തന്നെ പൊളിഞ്ഞതിൻ്റെ ലക്ഷണമേ കണ്ടേ. ഭാവിയിൽ പൊളിയലല്ല, ഇപ്പം പൊളിഞ്ഞിട്ടാണ് ഉള്ളത്. പൊളിയൽ അഡ്വാൻസ് ആയിട്ട് കഴിഞ്ഞ്. പിന്നെ ജാഹ് കൂടിയാൽ പിന്നെ അയാൾക്ക് ഉറങ്ങാനും കൂടില്ല. സകല യോഗത്തിന് കെട്ടി വലിച്ചു. സ്വന്തം ചെരുപ്പിടാൻ പോലും കഴിയാത്ത ആളെന്താക്കും കാഴ്ച വിളിച്ചിട്ട് ഇപ്പം തന്നെ മയ്യത്താക്കി ഉണ്ടാ കൊണ്ടൊപ്പം പിന്നെ യോഗത്തിൽ കുടിയിരുത്തേ. എന്നിട്ട് മുതലെടുക്കുന്നവരെ യോഗക്കാണ്. അയാളെ എന്താക്കും വലിയ ബാരൽ വെച്ച് കൊടുക്കും. ഷേഖുന എന്തുകൊണ്ട് ഇങ്ങനെ കൈവെക്കണം, വീഴുമ്പോൾ ഇങ്ങനെ വെക്കണം. അപ്പോൾ എന്താക്കും വീഴുന്ന പൈസ തേച്ച് മക്കത്തിൽ വീണു. ഇമ്മലയിലൊന്നും കുടുങ്ങാത്ത ആൾ വളരെ കുറവാണ്. 18 കൊല്ലം കൊണ്ട് കക്കടിപ്പുറത്ത് പറഞ്ഞാൽ മനസ്സിലാക്കിയതാണ്. ഒരാൾക്ക് മൂപ്പറെ സ്വാധീനിക്കാനോ മൂപ്പരെ വരച്ച പരമൊന്നും എത്തിക്കാനോ കഴിഞ്ഞില്ല. ഒരു കോളേജിലേക്ക് വരണം, എനിക്കിവിടെ സൗകര്യമുണ്ട്, ഈ കട്ടിലും കിടക്കെല്ലാം മതി, ഞാൻ വരുന്നില്ല. കുലുങ്ങാത്ത വണ്ടിയുണ്ട്, അതുകൊണ്ട് തന്നെയാണ് വരാത്തത്. അല്ല, അതുകൊണ്ട് തന്നെയാണ് വരാത്തത്. ഇത് ഞാനുണ്ടാക്കിയ ബിൽഡിങ്ങാണ്, എനിക്ക് കിടക്കാൻ. എന്നോട് കിടക്കാൻ അയക്കില്ല, പൊയ്ക്കൊള്ളിങ്ങു. ഒരാൾക്ക് മൂപ്പർ മാറ്റെടുക്കാൻ കഴിയില്ല. വല്ലാത്തൊരു അസീമത്താണ്. എവിടെയും പോയില്ല. ഇനി ചിലരോട് പറഞ്ഞു ഞാൻ വരുന്നില്ല, ദ്വാരക്കാം. അല്ല ഇവിടുന്നും കേൾക്കൂല. നിങ്ങൾക്ക് അല്ല അവിടെ വന്നാലേ മാത്രമേ കേൾക്കുള്ളൂ, ഇവിടുന്ന് വന്നാൽ കേൾക്കൂലേ? ഞാൻ ഇവിടുന്ന് ദ്വാരക്കാം. അല്ല 18 കൊല്ലം ഒന്നിച്ച് നിഴല് പോലെ നടന്നപ്പോൾ തിരിഞ്ഞ കാര്യമാണ് ഞാൻ പറയും. നമുക്കൊരു ചോദ്യം എത്തിക്കണ്ടേ? ثم آتينا موسى الكتاب تماما على الذي أحسن وتفصيلا لكل شيء وهدى ورحمة لعلهم بلقاء ربهم يؤمنون. കായിയായി പോയില്ലേ? അത് കായിയായി. لعلهم بلقاء ربهم يؤمنون. അതിനാട് നീട്ടാത്ത എല്ലാം കൂടെ കേസിപ്പോ ചില ആൾ വന്നിട്ട് നീട്ടിയിട്ട് അയാളെ അപ്പുറമൊന്നുമില്ല, അയാൾ വായു വളർത്തേക്കായി പോയി എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അതിങ്ങനെ അലിഫിനെ കൊണ്ടപ്പോൾ എന്താക്കാം, ഇങ്ങനെ ആക്കണമെങ്കിൽ കുറച്ച് നീട്ടം വേണ്ടെന്ന് പറഞ്ഞു. കുറേ നിങ്ങൾ പറഞ്ഞതിനപ്പുറം നീട്ടിയാൽ ഒന്നും മടക്കയില്ലേ? മൊത്തത്തിലായ മധ്യമത്തിൽ അതിൽ പറഞ്ഞ നിസ്സാനത്തിൽ പറഞ്ഞ 3 അല്ലേ? ഉണ്ട്. എന്നാലും എന്നാക്കണമെങ്കിൽ ഏണി അച്ഛൻ കൂട്ടണ്ടേ? ഈ വലിയ ടവറിൻ്റെ മുകളിലെല്ലാം കയറാൻ വേണ്ടി ആ കഥ ഒരണി, ഈ കഥ ഒരണി, കുത്തനെ കയറൂല. അപ്പോൾ എന്താക്കണം? ഇത് ഖുർആനാ?
ഇത് കേൾക്കാൻ പാടി ചെറിയും കുറിപ്പിച്ചിട്ട് ആളിരിക്കുന്ന ഉറക്കും എന്തിന്? മദ്ദിനൊരു കണക്കില്ലേ? ഏത് ആ മകനും കണക്കന്നെ. അല്ലെങ്കിൽ ബാമ്പ് തെറ്റാണെങ്കിലും 25 ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ അങ്ങനെ ലൈല എന്ന് പറഞ്ഞിട്ട് ബാങ്ക് കൊടുക്കുന്നു. അപ്പോൾ ഷഹാദത്ത് കലിമ 2 തരമുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ലൈല, രണ്ടാമത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ 2 ഷഹാദത്ത് കലിമ പഠിച്ചു. ലൈല ഷഹാദത്തും ലാ ഇലാഹ ഷഹാദത്തും. ഒറ്റക്കാലം വന്നിട്ട് ബാങ്ക് കൊടുക്കലുണ്ടോ? ഉണ്ടോ പറഞ്ഞാട്ടെ? ഇങ്ങനെ എന്നിട്ട് എന്താക്കും? ഈ നായി മുത്തിരിക്കുമ്പോഴത്തെ പരിപാടി ഇങ്ങനെ ഒരു കാലം വന്നിട്ട് ഇങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോൾ നിൽക്കുന്നുണ്ട്. അടിമക്കരി കൊടുക്കുകയാണെങ്കിൽ ഒരു കാലം പുറത്ത് ഇങ്ങനെ അങ്ങനെ സുരക്ഷ. അതാ ഞാൻ പണ്ട് പറഞ്ഞ നേരം ഒരു പിള്ളേർ കൈമൊക്കെ എത്തിയിട്ട് എന്താക്കണം? പിടിക്കുക. ഒരു നേതൃത്വം ഇല്ല, കളിച്ചെല്ലാം കളി. ആമീൻ റഹ്മത്തിക്കാക്ക് ശേഷം സലാത്തെല്ലാം ഉണ്ട്. അത് വയലിലെവിടെയെങ്കിലും എവിടെയെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയിട്ടാണ്. നമ്മൾ ഉമ്മറ ചോദിച്ചാൽ പടക്കുന്നേ ഉള്ളൂ. ചോദ്യം എത്തിക്ക്. അതാ ഖുർആനെ പറ്റി അതാ പറയുന്നത്. وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. أن تقولوا إنما أنزل الكتاب على طائفتين من قبلنا وإن كنا عن دراستهم لغافلين. أو تقولوا لو أننا أنزل علينا الكتاب لكنا أهدى منهم فقد جاءكم بينة من ربكم وهدى فقد جاءكم بينة من ربكم وهدى ورحمة فمن أظلم ممن كذب بآيات الله وصدف عنها سنجزي الذين يصدفون عن آياتنا سوء العذاب بما كانوا يصدفون. أو تقولوا لو أنا أنزل علينا الكتاب لكنا أهدى منهم فقد جاءكم بينة من ربكم وهدى ورحمة فمن أظلم ممن كذب بآيات الله وصدف عنها سنجزي الذين يصدفون عن آياتنا سوء العذاب بما كانوا يصدفون. ربكم وهدى. അവിടെ കൊണ്ട് മഹാരാഷ്ട്രയുണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലം പൊട്ടിയ നിസ്കാരം ബാത്തിലായോ അല്ല നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോയോ? ഉണ്ടായതിപ്പോൾ കുംവ. അല്ലാതെ അസ്സലാമു അലൈക്കും എന്നുള്ളത് ഫർദാക്കപ്പെട്ട കലിമത്ത് നിസ്കാരത്തിൻ്റെ. വറഹ്മത്തുള്ളാഹി പ്ലസ് സുന്നത്തും ഒക്കെ. നമ്മൾ വലിയ പ്രതീക്ഷയോടെ പോയി അവിടെ ഖുർആനെ കാണാപ്പടം പഠിപ്പിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നല്ലതായിരിക്കും. അതിൽ കാണാപ്പടം പഠിക്കുന്നതെല്ലാം നല്ലതാണ്. എത്ര മുക്രിമല്ലാക്കന്മാർക്ക് ഖുർആൻ കാണാപ്പടുണ്ട്. ഇങ്ങനെ ഓതിയിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ എടുക്കലുണ്ടാകുമോ? കൗറ്റുമത്തലുണ്ടല്ലോ ചില മക്കാമിൽ ആളിരിക്കുന്നത്. അതെല്ലാം സാഹിത്യ ജാസിനുകൾ നമ്മൾ ഓരോ ധൈര്യങ്ങൾ വരുന്നതോറും
ഇതെല്ലാം ഈ മെച്ചാൽ കൊടുത്തേ മെച്ചാൽ ഇവിടെ പൊട്ടിപ്പില്ലാകുന്നതാണ്. ഇവനൊന്ന് പിടിച്ച് പുറത്താക്കി അങ്ങ് തിരക്കുണ്ടാവും. അതിന് കമ്മിറ്റിക്കാർ നിയമിക്കുക അങ്ങനൊന്നുമില്ലല്ലോ. ഒന്നെങ്കിൽ ഇരുപത്താല് നിയമിക്കില്ല. അത് അപ്പം നമ്മൾ ചിരട്ടക്കരിയാണെങ്കിൽ നന്നാക്കണോ ആളെ മാറ്റാൻ വേണ്ടി നമുക്ക് അധ്വാനിക്കണം. ഇതിനിടെ ഖുർആൻ പറഞ്ഞ ഇതുണ്ട്. ആ ഖുർആനെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടി കുറേ വലുതും ചെറുതായ മുസാഫ ഉണ്ടാകുന്നു. മുസാഫ വലുതായി പോലും ചെറുതായി പോലും നമുക്ക് എന്തായാലും പ്രസക്തിയുള്ളത് ഇത്തരമുള്ള മുസാഫ് അല്ലേ. ബാഹ്യ നേത്രത്തിൽ കാണാത്ത മുസാഫ് അടിക്കാൻ തന്നെ പാടില്ലല്ലോ. അതിൽ പൊലിച്ചേറ്റ് പറയുന്നു ഉണ്ടാ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള മുസാഫ് എൻ്റെ അടുത്തുണ്ട്. കഴിഞ്ഞാഴ്ച കണ്ടതല്ല 1 ഇഞ്ച്. പക്ഷേ ബാഹ്യ നേത്രം കൊണ്ട് കാണപ്പെടാത്ത മുസാഫ് അടിക്കാൻ പാടില്ലെന്നാണ് ഞാൻ അത്ഭുതം പറയാൻ. ഇതിപ്പം ഇങ്ങനെ വെച്ചാൽ തന്നെ നോക്കിയാൽ കാണുന്നുണ്ടല്ലോ. പരിഗണിക്കും മുസാഫ് അതിൻ്റെ ഉള്ളിലുണ്ടല്ല. അത് ലെൻസെല്ലാം വെച്ച് നോക്കിയാൽ മുസാഫുണ്ട്. പക്ഷെ ബാഹ്യ നേത്രം കണ്ടു നോക്കിയാൽ ഹത്തത് വരും, അക്ഷരം തിരിയില്ല. പാവോ കാഫോ എന്ന് തിരിയണമെങ്കിൽ ലെൻസ് നോക്കേണ്ടി വരും. എന്നിട്ട് അതിനെപ്പറ്റി പരിചയപ്പെടുത്തുന്ന നോട്ടീസ് മുസാഫിൻ്റെ മത്തനുമത്തൻ ഒട്ടിച്ചിട്ടുണ്ട്. അതിനെ കാണുമ്പോൾ വിളിച്ച കണ്ടപാടെ ഞാൻ ഇതങ്ങ് പറിച്ചെടുക്കും. എല്ലാത്തിനും പറിച്ച് അയാൾ കൂട്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞപ്പോൾ യുഗയ്യറുഹബിയദിഹി എന്ന് പറഞ്ഞിട്ട് എന്താക്കി 1-ാം സ്റ്റേജ് ഞാൻ പ്രവർത്തിക്കുന്നു. എല്ലാം പറിച്ച് എന്നിട്ട് പറയുകയും ചെയ്ത് അപ്പം വലിസാനി ഞാനിത് ഇറങ്ങിപ്പോകുന്നു എന്നിട്ട് ഒറ്റ പോക്കും പോയി. കല്ല് അല്ലാതെ തല്ലവിട്ട് ഇതിനെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ബന്ധപ്പെടുത്തുമ്പോൾ അതിൻ്റെ അടിയിലാണെങ്കിൽ അടിയിലായിട്ട് ഒട്ടിച്ചിട്ട് വായിച്ചാൽ പോലെ. ഈ നോട്ടീസ് ഈ മത്തിനെ കലക്കുന്നതിനാണ്. നമുക്ക് അള്ളാസുണ്ട് പാടുന്ന അവസരത്തിൽ ഞാൻ വീടേലെ വെക്കുള്ളൂ. ഇങ്ങനെ നോക്കി ഞാൻ അയാൾ കൂട്ടാക്കുന്നേ ഇല്ല. കൂട്ടാക്കാൻ ഞാൻ പിന്നെ എന്താക്കണോ? കൈയാറണം. പിന്നെ പുള്ളിയുള്ളത് പുള്ളിയില്ലാത്തത്. പുള്ളിയില്ലാന്നാണ് നമുക്ക് ഓതാൻ കിട്ടുമോ? തന്നെ പറ്റി മഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്. എത്ര ഉസ്മ പറഞ്ഞത്? കിതാബിൻ്റെ തൻവീനിൽ ഇല്ലേ, തൻവീനിൽ ഒരു മാനുണ്ട്. അൻസല എന്ന് പറഞ്ഞെങ്കിൽ അൻസൽനാഹു നമ്മളാ ഇറക്കിയത്, നിങ്ങളാരുമല്ല, മറ്റു ലോകത്താരുമല്ല, നമ്മളാണ്. അപ്പം അള്ളാനെ കൊണ്ട് നിസ്ബുണ്ട് ഇല്ലേ. എന്നിട്ടോ മുബാറക്കുൻ എന്നൊരു വേറെയും പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടണം, അത് വിഭജിച്ചാൽ മതി എന്നും പറഞ്ഞു. يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا قل انتظروا إنا منتظرون. ഇതിനകത്ത് നമ്മൾ അധികം ആൾക്കൊരു കസവിശ ചേർത്തുണ്ട്. അറിയാം പണ്ട് കൂവത്തിൽ ഇസ്ലാമിനെ കുറിച്ച് മുലക്കന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവസാനം നമ്മൾ ഉപ്പാരത്തെത്തി. ഉപ്പാക്കുന്നതിന് ചോദിക്കുകയല്ലേ ഉണ്ട്, അന്നാ തന്നെ ഉത്തരം കിട്ടുമല്ലോ. ഞാൻ നോക്കട്ടെ ആലോചിക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല. എവിടെയാണ് ഈ ഔക്കസബത്തിൻ്റെ അത്തഫൈനുള്ളതാണ്. ഇറാബിൻ്റെ മഹല്ലെന്താണ് ആലോചിച്ചൊക്കെ ജാബിൽ പറ. നമുക്ക് നമ്മുടെ മക്കളെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ആവുന്നുള്ളത് അത്തഫിൻ്റെ അറഫല്ലേ അല്ലേ. അപ്പോൾ മാത്തൂഫ് ഏതാണ്? കസബത്ത് അല്ലേ. മാത്തൂഫൻ അലിഹി ഏതാണ്? അപ്പോൾ മാത്തൂഫൻ അലിഹി ആകുമ്പോൾ ഇറാബിൻ്റെ ഒരു മഹലുണ്ടാവും. കസബയിൽ ഇറാബ് കാണൂല, കാരണം മാതിയാഫയിലല്ലേ. മാതിയാഫയിൽ എന്താണെന്നും അമിതയല്ലേ. എനിക്കൊന്നും അതെങ്ങനെ ഒപ്പിക്കല് ഒന്നും നീ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഒപ്പിക്കാൻ കഴിയൂല. എന്നിട്ട് അർത്ഥം വെച്ചേ
പണ്ട് ഉണ്ട കിതാബിൽ ഒരു ഇബാറത്തിന് മലക്കന്മാർ തമ്മിൽ ഭയങ്കര പറ്റി. അപ്പം അങ്ങനെ ഇട്ടുമ്പോൾ എന്താണോ ഹർത്താൽ അവർ ഇബാറത്തുണ്ടത് നജാസത്തിൻ്റെ ബാബിലാണ്. അപ്പം അതാക്കിന്ന കയ്യിൽ ഹർത്താൽ തിന്നപ്പോഴാൻ പാടില്ലാത്ത നജാസത്തിന്. അപ്പം അങ്ങനെ വെക്കുമ്പോൾ ഒരു മഹദൂർ വരുന്നുണ്ട്. മുപ്പായിട്ടത്തിപ്പം പറഞ്ഞേ തിന്നാൻ പാടില്ല സാധനം അറുത്താലും ഹലാലാവൂല എന്നാ പറഞ്ഞതിന് വയനാണ്. അപ്പം അത്തഫ് എവിടെയോ ചെന്ന് ഇപ്പം പൂച്ചന തിന്നാൻ പറ്റുമോ? മഹക്കൂലാത്തല്ല. ഇല്ല, മഹക്കൂലാത്ത എന്നാക്കി ബിസ്മിയും തക്കിബീറും ചെല്ലി വൃത്തിയിൽ അറുത്ത് എന്നാൽ തിന്നാൻ പറ്റുമോ? അതാ പിന്നെ ഇബാദത്തിന്റെ അർത്ഥം. ഞാൻ കുട്ടിക്കാലത്ത് ചിന്തിച്ചത് കരിങ്കുരങ്ങ് ടോണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പണ്ട് പറഞ്ഞിടുന്നു. കരിങ്കുരങ്ങ് ടോണെന്ന് പറഞ്ഞിട്ട് ഒരു അരിഷ്ടം വെക്കുന്നുണ്ടായിരുന്നു ബജാറിൽ. അയാൾ മരിച്ചാൽ തന്നെ ഹയാത്താവുന്നതാണ് അയാളെ പറച്ചിലുള്ളത്. ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ, മെയ്യത്തുണ്ടപ്പോൾ ഒന്നിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആസ്പത്രിയിൽ വെക്കും. ഒരു ഫുട്ബോൾ കളിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് വെക്കും. എന്താ അയാൾ മരിച്ചതിന് ശേഷം എൻ്റെ ചികിത്സ ചെയ്തിട്ട് ഫുട്ബോൾ കളിക്കുന്നതാണ്. രണ്ടും കൂടെ കൂട്ടിച്ചേർത്താൽ ചികിത്സക്ക് ഇവിടെ വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ മെച്ചാളെ കൊണ്ടാന്ന്. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ എന്തായി എണ്ണയിൽ കോയമ്പെല്ലാം ഭാര്യ തേച്ചിട്ടാക്കി മാവന മേമി കുളിപ്പിക്കെല്ലാം ചെയ്തതിന് ശേഷം അയാൾ ബോൾ കളിക്കുന്നുണ്ടായി. ഉടനെ എണീച്ച് പോയാലുണ്ട്. പണ്ട് പിലാത്തറയിലുണ്ടായിന് ചേട്ടന്മാരെ ഒരു പരിപാടി. നമ്മളാണ് ചെക്കൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് അജബ് ആണെന്നെ വേണം. എന്താന്ന് ഒരാളെ 3-4 കൂടിയിട്ട് കാഴ്ച വരെ ഒരു ശുശ്രൂഷ അല്ല. ഓറെ ഒരു ദിക്റൽക്ക ഓറെ സംബന്ധിച്ച് എന്നിട്ട് കാഴ്ച വലിച്ചു കൊണ്ടാണ്ട് ലാസ്റ്റ് സദസ്സിൻ്റെ ഒരു ഭാഗത്ത് എങ്ങനെയല്ലോ കടത്തി. കൊച്ചക്കമ്പ കണ്ടു പറയുന്നല്ലോ, സദസ്സിൽ ഇന്നൊരാളുണ്ടോ? ഉണ്ട്. എണീച്ചൊക്കെ നിന്ന്. നിങ്ങൾ വരുമ്പോൾ കുറേ ആളുകൾ താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്നതല്ലയോ? അതെ. നിങ്ങൾ ഇങ്ങോട്ട് വാ. അയാളുടെ ശരീരത്തിലേക്ക് നല്ല കൃത്യമായിട്ട് കയറി കണ്ടോ? ഈ നിൽക്കുന്ന ഇതപ്പം എന്തായി? ഞാൻ ഒരു ചങ്ങായി എനിക്ക് തീരണ്ടില്ല. ഇങ്ങനെ ഒരാളെ ആദ്യം അഭിനയിച്ച് കോലം കെട്ടി വെച്ചിട്ടുണ്ട്. ഒരാളെന്താക്കണം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് സ്റ്റേജിലേക്ക് വിവരം കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിൽക്കുന്ന വന്നതിന് ശേഷമാണ് ഇയാൾ ഹയാത്തായി എണീച്ച് നടക്കുന്നതെന്ന് ജനങ്ങളെ ബോധിപ്പിക്കണം. എനിക്ക് തീരുണ്ടത് യഥാർത്ഥത്തിലുള്ള ഇത്. ഒരു ഫുലാനപ്പൻ്റെ ഫുലാൻ ആദ്യം പറഞ്ഞു, എനിക്ക് ഇത്ര പൈസ തരാൻ, നീ എന്താക്കണോ അവശനായ രോഗിയായി കോലം കെട്ടുക. ഇതിന് 3-4 ആൾ കൂടി താങ്ങി പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കടത്തു. ഇത് കുറേ ചൊല്ലിപ്പാടിയതിന് ശേഷം ശരീരം വിളിക്കുമ്പോൾ നീ എണീച്ച് പറഞ്ഞോളൂ. തട്ടിപ്പന്നി. മഴ വിഷയം പറ. അവകാശത്തിൻ്റെ അകത്ത് പോകാം. അല്ലെങ്കിൽ പിന്നെ അവിടെ വെക്ക്. ഇത് ജാബിർ പറഞ്ഞേ യൗമയത്തിയ ഭാഗം അജാത്ത് റബ്ബിക്കാന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അദാബിൻ്റെ ലക്ഷണങ്ങൾ ഓരോന്ന് പുറത്തു വരുന്നു. അതായത് സമാപൻ. അപ്പം ലാ യൻഫഉ നഫ്സൻ ഈമാനുഹ, ഒരു നഫ്സിനും അതിൻ്റെ ഈമാൻ ഉപകരിക്കൂല. എങ്ങനത്തെ നഫ്സാണ്? ലം തകുൻ ആമനത് മിൻ ഖബ്ലു, ഈ അവസരത്തിൻ്റെ മുമ്പ് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. അള്ളാഹുവിൻ്റെ അദാബ് കണ്ടപ്പോൾ നിരാശൻ്റെ പക്കത്തെത്തിയപ്പോൾ വിശ്വസിക്കണം. മുമ്പ് കഴിഞ്ഞ് സയൻസ് ഒന്നും ഉപയോഗിച്ചില്ല. സ്റ്റഡി ലീവ് കൊടുത്തപ്പോൾ പഠിച്ചില്ല. ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്തപ്പോൾ പറയുന്നു, സാറായ ഞങ്ങൾക്കൊന്ന് പരിക്കുപറ്റി വരണോ? എന്തിനാണ്? എനിക്ക് പഠിക്കാനാണ്. ലത്തീഫാസ് ഇട്ട് കൊടുക്കോ? അങ്ങനെ പറഞ്ഞത്. പരീക്ഷ ഹാളിലെത്തി ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്താൽ പഠിക്കേണ്ട ചാൻസ് കഴിഞ്ഞ് ഉത്തരം പറമ്പലാണ്. അപ്പോൾ ലാ യൻഫഉ നഫ്സൻ എന്ന് പറഞ്ഞതിൻ്റെ ആ നഫ്സിൻ്റെ സിഫത്താണ് ഏത്? ലം തകുൻ ആമനത മിൻ ഖബ്ൽ,
അതുപോലെ മറ്റൊന്നുണ്ട്, ഈമാനുണ്ടായിരുന്നു പക്ഷെ ഒരു ഖൈറും ചെയ്തിട്ടില്ല. അല്ല, ലം തക്കുൻ, അത് ലം തക്കുൻ ആമനത്ത്, ലം തക്കുൻ കസബത്ത്. അതെ, അപ്പം ലം തക്കുൻ്റെ നബിയാണിയും വരുമല്ലോ. അപ്പോൾ തക്ദീർ എന്തുണ്ടാകും? ലം തക്കുൻ ആമനത്ത് മിൻ ഖബ്ലു ഔ ലം തക്കുൻ കസബത്ത് ഫീ ഈമാനിഹാ ഖൈറാ. അതെ, അപ്പോൾ അവിടെ നബീൻ്റെ ഇത് കണ്ടിട്ടില്ല, നബി അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. അതുപിന്നുണ്ടാവുമല്ല മഹല്ലിയിലില്ലേ കിതാബ് പറഞ്ഞിട്ടൊന്നും വാക്കത്തിലാണ് നമുക്ക് എന്ന് പേര് എവിടെയാണ് വൗലാമ അന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളി ത്വാഅത്ത് വമിൻ ഔലാമ അന്നന്നു വൗലാമ ഉൻഫിഖത്ത് ഫീഹി നഫൈസുൽ ഔഖാത്ത്. ഈ ഔല എന്താണ്? എന്തുമലാത്തിഫ് അന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലിൻ്റെ മുകളിലാണോ അഫ്ളലിൻ്റെ മുകളിലാണോ? മിൻ അഫ്ളലിന് പറയുമ്പോൾ എന്തായിരിക്കുന്നു? മർഫൂഇൻ്റെ മഹലിലാണ്ടാകില്ലേ, ഇന്നൻ്റെ ഖബറിൻ്റെ മുകളിലല്ലേ അത്തിഫ്. മറ്റേതാവുമ്പം മജ്റൂറാകിയെന്നു രണ്ട് ഏറാബ് അവിടെ കാണൂല, ഔലാദ പോലെ കലിമത്തി കാണുകയും ചെയ്യൂല. മിൻ അഫ്ളലി ത്വാഅത്തി അപ്പം എന്തുമലത്തപ്പാക്കണോ? അഫ്ളലിൻ്റെ മുകളിൽ. അപ്പം മിൻ അഫ്ളലിൻ്റെ മുകളിലല്ല, അഫ്ളലിൻ്റെ മുകളിലാണ്. അല്ലെങ്കിൽ തനാഫി ഒരു എന്നാന്ന് മഹലിമാൻ പറഞ്ഞു. ഈ തനാഫിൻ്റെ കോലം പറഞ്ഞു കൊടുത്താൽ എന്താ ഒന്നും തലക്ക് കയറുന്നില്ല. ഏറാബിൽ മാറ്റം കണ്ട മുസ്ലിം സാറേ? അന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി, അന്നൻ്റെ ഖബർ വേണ്ടേ അല്ലേ? മിൻ അഫ്ളലി ത്വാഅത്തി, മിൻ അഫ്ളലി ത്വാഅത്തി ജാറും മജ്റൂറും കൂടിയാണ് എന്തിൻ്റെ ഖബർ? അതല്ലേ. വ ഔല, ഈ ഔല എന്തുമലാത്തിഫ് അഫ്ളലിലേക്ക്. അപ്പം മജ്റൂറും മലാത്തിഫ്. മിൻ അഫ്ളലിൻ്റെ മുകളിൽ അത്തിഫാക്കിയാൽ എന്താ കണ്ടാൽ? ആദ്യം അഫ്ളലിൽ പെട്ടതാണ്, വേറെ ഇനങ്ങളുണ്ട് എന്ന് പറഞ്ഞ്. ഇവിടെ അഫ്ളലും ഔലാൻ്റെ മാനാക്കുന്ന അത് ഔല മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞതിൽ കുറച്ചധികം വേറെയുണ്ട് എന്ന്. അപ്പോൾ തമയലിൻ്റെ മിന്നാണ് അവിടെ വരിക. അതാ തനാഫി. അപ്പം മനസ്സിലായില്ല? ഒന്ന് തീരെ വിശ്വസിച്ചിട്ടില്ല, രണ്ടാമത്തേനേതാ വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഖൈറും പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ എന്താക്കും? ഔ ലം തക്കുൻ കസബത്ത്. അപ്പോൾ ആമനത്തിൻ്റെ മുകളിൽ അത്തിഫായി. ലം തക്കുൻ ആമനത്തിൻ്റെ മുകളിൽ. അതെ, അതന്നെ. ഈമാൻ അവിടെ മാത്രമാക്കി വെച്ചിട്ട് എന്തായില്ല, അതിനെ കൊണ്ട് ഒരു പ്രവർത്തനം ചെയ്തില്ല. അവർ കുറ്റകൃത്യങ്ങൾ വരികയും ചെയ്യും, പിന്നെ വാജിബായ കാലം ഒഴിക്കുകയും ചെയ്യും. അത് നഫ്ഇല്ല എന്നുള്ള വിഷയത്തിലുണ്ടാവും. അതിനോട് ഇന്നല്ലദീന فرقوا دينهم وكانوا شيعا لست منهم في شيء إنما أمرهم إلى الله ثم ينبئهم بما كانوا يفعلون. من جاء بالحسنة فله 10 أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون. قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين. إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت أنا أفضل المسلمين وبذلك أمرت وأنا أفضل المسلمين. لا شريك له. ഹാ
അതെല്ലാം പാണ്ടോണ്ട് വഹദുലാ ശരീക ലഹ് എന്താ വേന റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇലാന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹ് അബൽ അതെ അതിൽ അബലിലും ഇല്ല ആഖിറിലും ഇല്ല വജഅല റൗളത്തൻ മിൻ റിയാദിൽ ജന്നത്തി ഫീ മസ്ജിദിഹി എന്ന് പറയാൻ മസ്ജിദി എന്ന ഹാക്ക് സാക്കിനാണ് വെക്കേണ്ടത് നമുക്ക് അറിയായിട്ടില്ല. അതാണെന്ന് പറഞ്ഞാൽ ഫീ മസ്ജിദി എന്നാ പറയുക എൻ്റെ പള്ളിയിൽ നിന്ന് എൻ്റെ പള്ളിയിൽ റൗളത്തൻ മിൻ റിയാദിൽ ജന്ന ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബർ ശരീഫ് എൻ്റെ പള്ളിയിലുണ്ടെന്ന് അർത്ഥം കിട്ടിയത്. അവിടെ ഹാ പറയുന്നതിന് ഹീ അങ്ങോട്ട് പറഞ്ഞ എന്നാൽ പിന്നെ ചെറിയൊരു തെറ്റ് എന്താക്കി ചെറിയ തെറ്റുകൊണ്ട് തിരുത്താല. അതാ പണ്ട് അല്ലാലി തർക്കം വന്നത്. തഫീമാക്കുമ്പോൾ ലാമിൻ്റെ മഹറജം മാറിയിട്ട് ലാഗാണ് ഉച്ചരിക്കുന്നത് എന്നാണ് 13 പറഞ്ഞത്. 100 വിഡ്ഢിയായിട്ടൊന്നല്ല. ലാ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മഹദൂറ് വരുന്നില്ലല്ലോ, തഫീം പറഞ്ഞതേലുള്ളൂ. എന്നിട്ടാണ് സദഖത്തുല്ലാഹിൽ കാഹിരീനെ അവനെ പിടിച്ച് കെട്ട് അവനെ ജയിലിലടക്കണം. രാജാവുണ്ടെങ്കിൽ ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരാൾ കിതാബുണ്ടാക്കി. കിതാബ് അച്ചടിച്ച് വെച്ചാൽ അത് കെട്ട് പൊളിക്കാൻ ഇന്നും തോപ്പിച്ചിട്ടില്ല. തുറന്നു നോക്കിയാലോ 100% ഹത്ത്. അള്ളാഹ് ആക്കിയ കോലം കണ്ട സദഖത്തുല്ലാഹിൽ കാഹിരി ആരാന്ന്. അതായത് തഫീം കുറഞ്ഞ സംസ്കാരം ബാത്തിലാകുന്നില്ല. ഓർ പറഞ്ഞതിന് മക്സൂദ് എന്താണെന്ന് അറിയാതെ കണ്ട് കുതിര കയറാൻ പാടില്ല. قل أغير الله أبغي ربا وهو رب كل شيء ولا تكسب كل نفس إلا عليها ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم فيه تختلفون وهو الذي جعلكم خلائف الأرض ورفع بعضكم فوق بعض درجات ليبلوكم فيما നടക്കാനല്ലേ കഴിയൂ. ليبلوكم فيما آتاكم إن ربك سريع العقاب وإنه لغفور رحيم. ആ സൂറത്ത് തീർന്നു. നേരെ നമുക്കൊരു വെപ്പുള്ള രാവിലെ പലത് എട്ടാമത്തെ എന്ത് ആയത്താ. പക്ഷെ അന്നേരം തുടങ്ങുമ്പോൾ ഒമൻ ഖഫത്ത് അതിൻ്റെ 2 ഷിക്ക് പൂർത്തിയാവില്ല. അതെ, ഫമൻ സഖുലത്തിൻ്റെ 2ാം ഷിക്കുണ്ടല്ലോ ഒമൻ ഖഫത്ത്. ഏത് വലാഹം യഹ്സനൂൻ എന്നുള്ളത് പൂർത്തിയാവില്ലേ? അപ്പം കാഫിയാവും. കാഫിയല്ല അതില്. കാരണം ഫമനിത്തഖ വാസലഹ ഒരു ഹിസ്മ് വല്ലദീന കല്ലബൂ ബിആയാതിനാ വസ്തക്ബറു 2ാം ഷിക്ക് ഒക്കെ ഇപ്പോൾ കാഫിയാവും. എല്ലാം യദ്ദക്കറ് നടത്തിക്കൂടെ? 26 ഓരോരായത്ത് വിടാം. എവിടെ നോക്കട്ടെ. 46 കുറേ പോണ്ടേ.
43 അത് രണ്ടാമത് لا ونودوا أن تلكم الجنة ورثتموها بما كنتم تعملون 43 ചുറ്റാത്തവരെ പോവാം. بسم الله الرحمن الرحيم ألف ഈ ബൾബ് എടുത്തേക്കോ صاد كتاب أنزل إليك فلا يكن في صدرك حرج منه لتنذر به وذكرى للمؤمنين اتبعوا ما أنزل إليكم من ربكم ولا تتبعوا من دونه أولياء قليلا ما تذكرون. نعم. فما كان دعواهم إذ جاءهم بأسنا إلا أن قالوا إنا كنا ظالمين. قائلون مقول ഏതാ ജാബിറേ? അവിടെ നോക്കലാ. وكم من قرية أهلكناها അതില്ലേ അങ്ങനെ പറയും. ഇത് കാലൻ്റെ കായിലല്ല, കാല യക്കീലുൻ്റെയാണ്. കാല യക്കീലും ഉണ്ട്, കാല യക്കൂലും ഉണ്ട്. കാല മാതിയിൽ ഒരുപോലെ. മുതാരിയിൽ യക്കീല് പോകുമ്പോൾ ഉച്ച സമയത്ത് കൈലൂലത്ത് ഉറങ്ങലാണ്. യക്കൂല് ആകുമ്പോൾ അത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് മക്കൂല് പറയുന്നുണ്ട് ബജാത്തിൻ്റെ മുക്കാബില. ബജാത്ത് രാത്രിയാണ്, കായിലൂന പകല് ഉച്ചക്കുറങ്ങുന്ന സമയമാണ്. അപ്പോൾ കാലയക്കയിൽ രണ്ടും രണ്ടാണ്. അനി ബലാത്തും കൂടെ അത് ഫല وما كنا غائبين. يعني والوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون. ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون. ولقد مكناكم في الأرض. അതിനാണ് അടുത്ത കഴിവ്. ولقد مكناكم في الأرض وجعلنا لكم فيها معايش قليلا ما تشكرون. ولقد خلقناكم ثم صورناكم ثم قلنا للملائكة اسجدوا لآدم ثم قلنا ثم قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس. ജാബിറൊന്ന് ഓതിയട്ടെ, നമ്പർ തീരാനുള്ളൂ. ولقد خلقناكم ثم صورناكم ثم قلنا للملائكة
آدم فسجدوا إلا إبليس لم يكن من الساجدين قال ما منعك ألا تسجد إذ أمرتك قال أنا خير منه خلقتني من نار وخلقته من طين. സുജൂദ് ചെയ്യാത്ത ഇബ്ലീസിനെ കലമ്പണ അല്ല കൊച്ചുമസിലക്കന്മാർ പറയുന്നത് മലായിക്കത്തിനോടാ സുജൂദ് അല്ലേ? ഇബ്ലീസ് മലക്കിൽ പൊട്ടിട്ടുമില്ല. ഇബ്ലീസ് ചെയ്യാണ്ടെന്നേ ഇനി പിന്നെ അവരോടാദ്യം പറഞ്ഞിട്ടില്ലല്ല അവിടുന്ന് അതവിടെ പറഞ്ഞിട്ടത് ഇത് അമർത്തൂക്കാം കൽപ്പിച്ചിട്ടുണ്ട് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം മലായിക്കത്തിനോടും ഇബ്ലീസിനോടും കൽപ്പിച്ചുകൊണ്ട് അർത്ഥം ഉണ്ടായിരുന്നു. ഇവിടെ നോക്കാണ്ട് എന്താക്കി മലായിക്കത്തിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ് ഇബ്ലീസ് ചെയ്തില്ല. പിന്നെ ഇബ്ലീസിന് എന്തിനു പറയുന്നത്? അവനെ മംഗലത്തിന് വിളിച്ചിട്ടില്ലല്ല. ആ ഇവിടെ ഇവൻ പ്രത്യേകം പറഞ്ഞു, മറ്റേത് മൊത്തത്തിൽ പറഞ്ഞു. قال فاهبط منها فما يكون لك أن تتكبر فيها فاخرج إنك من الصاغرين قال أنظرني إلى يوم يبعثون قال إنك من المنظرين قال فبما أغويتني لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين قال اخرج منها مذءوما مدحورا لمن تبعك منهم لأملأن جهنم منكم أجمعين ويا آدم اسكن أنت وزوجك الجنة فكلا من حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوآتهما وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين وقاسمهما إني لكما لمن الناصحين فدلاهما بغرور فلما ذاقا الشجرة بدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وناداهما ربهما ألم أنهكما عن تلكما الشجرة وأقل لكما إن الشيطان لكما عدو مبين അവിടെ അലം അൻഹക്കുമാ എന്ന് മുടക്കലല്ലേ അഫ്ദൽ ശിർഷദ് അല്ലേ? وناداهما ربهما ألم أنهكما عن تلكما الشجرة وأقل لكما إن الشيطان لكما عدو مبين
അപ്പോൾ വാക്കുള്ളക്കും അതുമലത്തഫ് അൻഹക്കുമാൻ്റെ അവിടെ അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ പോലെ തന്നെ. അതുകൊണ്ട് ലമ്മിൻ്റെ മാനോടിയും വരും. അതല്ലേ ലമ്മ് ജിസുമായത്. അതെ. قالا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. قال اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. قال فيها تحيون وفيها تموتون ومنها تخرجون. يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير. ذلك من آيات الله لعلهم يذكرون. يا بني آدم لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم إنا جعلنا الشياطين أولياء للذين لا يؤمنون. وإذا فعلوا فاحشة قالوا وجدنا عليها آباءنا والله أمرنا بها. قل إن الله لا يأمر بالفحشاء أتقولون على الله ما لا تعلمون. قل أمر ربي بالقسط وأقيموا وجوهكم عند كل مسجد وادعوه مخلصين له الدين كما بدأكم تعودون. فريقا هدى وفريقا حق عليهم الضلالة إنهم اتخذوا الشياطين أولياء من دون الله ويحسبون أنهم مهتدون. يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. قل من حرم زينة الله التي أخرج لعباده والطيبات من الرزق قل هي للذين آمنوا في الحياة الدنيا خالصة يوم القيامة كذلك نفصل الآيات لقوم يعلمون. قل إنما حرم ربي الفواحش ما ظهر منها وما بطن والإثم والبغي بغير الحق وأن تشركوا بالله ما لم ينزل به سلطانا وأن تقولوا على الله ما لا تعلمون. ولكل أمة أجل فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. ولا يستقدمون الرملات
ഏതാണ് നജീബേ? അജലിലേക്ക് ഇസ്മിലേക്ക് ഫീനത്ത് പാത്തിലുണ്ടോ? മറ്റൊരു സ്ഥലം പറഞ്ഞ അങ്ങനെ പറയും. എല്ലാത്തിനും അജലുണ്ട്, ഒരു ഡേറ്റ്. അവധി എത്തിയാൽ പിന്തുന്ന പ്രശ്നമില്ല, മുന്തുന്നതുമില്ലാതെ എത്തിയാൽ പിന്നെ മുന്തലിന് തസവൂറാവൂലല്ലോ. അവധി എത്തി, ഇനി മുന്തൽ എന്നിട്ട് കസവറുണ്ടോ? അപ്പോൾ ലാ യസ്തഖിറൂന സാഅ, അത് ഇദാ ജാഅന്റെ ജവാബ് അടുത്ത് നിന്നു. ഇങ്ങനെ ഒരല്പസമയം പോലും പിന്തിക്കൂല, കറക്റ്റ് ടൈം. എന്നാൽ മുന്തിപ്പോകോ? അതിൻ്റെ ഉത്തരമാണ് വലാ യസ്തഖിറൂൻ. അപ്പോൾ അത്ഫല്ല. ആ ചോദ്യത്തിൻ്റെ മറുപടി പിന്തൂല എന്ന് പറഞ്ഞാൽ 10 മണിക്ക് നിശ്ചയിച്ചാൽ 10:01 എന്നല്ല പറയുന്നത്. എന്നാൽ 9 മണിയായി പോകുന്നൊരു ചോദ്യം വരൂലേ? അപ്പോൾ അവധി ടൈം ആയതിൻ്റെ ബാക്കിയല്ലല്ലോ മുന്തൂല എന്നുള്ള ജവാബ്. ഇനി അല്ല, അങ്ങനെ ആയത്തിലേക്കൊന്നും പോകാൻ പാടില്ല. മുസാഫ തജീദ് തന്നെ പാടില്ല എന്നല്ലേ ഒരു കൂട്ടർ പറഞ്ഞു. അതിലംഘിച്ചല്ല നമ്മളെ കുറ്റക്കേട് കാട്ടുന്നത്. പിന്നെ യാബനി يا بني آدم إما يأتينكم رسل منكم يقصون عليكم آياتي فمن اتقى وأصلح فلا خوف عليهم ولا هم يحزنون والذين كذبوا بآياتنا واستكبروا عنها أولئك أصحاب النار هم فيها خالدون ومن أظلم ممن افترى على الله كذبا أو كذب بآياته أولئك ينالهم نصيبهم من الكتاب حتى إذا جاءتهم رسلنا يتوفونهم قالوا أين ما كنتم تدعون من دون الله قالوا ضلوا عنا وشهدوا على أنفسهم أنهم كانوا كافرين قال ادخلوا في قد خلت من قبلكم من الجن والإنس في النار كلما دخلت أمة لعنت أختها حتى إذا اداركوا فيها جميعا قالت أخراهم لأولاهم ربنا قالت أخراهم لأولاهم ربنا هؤلاء أضلونا فآتهم عذابا ضعفا من النار قال لكل ضعف ولكن لا تعلمون. അപ്പോൾ പിന്നാദീൻ്റെ താലൂക്കെടുത്തേക്കാവുന്ന ജാബത ആയാത്തിന് തുടക്കത്തിൽ
ഫിന്നാർ, ഫീക്കൊരു താലൂക്കുമുണ്ട്. ഉദ്ഖുലൂ ഫിന്നാർ. പിന്നെ വേറൊന്ന് വരുന്നുണ്ട്, ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലിക്കും മിനൽ ജിന്നി വൽ ഇൻസ്. അത് അവിടെയും ഫീ ഉദ്ഖുലിലൊക്കെ ആ ഉമമിൻ്റെ സിഫത്താണിത്. ഖദ് ഖലത് മിൻ ഖബ്ലിക്കും അല്ലേ ബഷീർ സാറേ? എന്നിട്ട് ഉമമിൻ്റെ ബയാനാണ് മിനൽ ജിന്നി വൽ ഇൻസ്. ഇനി മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയി. മീൻകബലിക്കും അപ്പം തന്നെ കണ്ടു. وقالت أولاهم لأخراهم فما كان لكم علينا من فضل فذوقوا العذاب بما كنتم تكسبون إن الذين كذبوا بآياتنا واستكبروا عنها لا تفتح لهم أبواب السماء ولا يدخلون الجنة حتى يلج الجمل في سم الخياط. അബുവാബ് സമായിൻ്റെ അവിടെ വെച്ചാൽ പ്രശ്നമുണ്ടോ? അങ്ങനെ ചെയ്യാം. അവിടെ വെച്ചൂടെ? ആയിക്കോട്ടെ. ഇനി ഒരു وكذلك نجزي المجرمين لهم من جهنم مهاد ومن فوقهم غواش وكذلك نجزي الظالمين. ഗവാഷിൻ്റെ അവിടെ ഷീൻ ഇങ്ങനെ മുഴങ്ങലാണ്. അതിൻ്റെ തപശ്ശി എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഷോ എന്ന് പറയലല്ല. ഇങ്ങനെ അപ്പം അങ്ങനെ ആ തപശ്ശിയാണ്. ഇന്ന് തപശ്ശീവിനാണെന്ന് കേട്ടത്. മഷി, വിഷം, അങ്ങനത്തെ ഷീൻ അറബിയിലില്ല. മിഹാദവർക്ക് കിടക്കുന്ന കിടപ്പിടം. ഗവാശവറ മേൽഭാഗത്തുനിന്ന് പൊതിയുന്ന മച്ചു പോലത്തെ സാധനം ഉണ്ടാവില്ലേ? അതും ജഹന്നമ തന്നെ. അപ്പോൾ കിടപ്പുറം അതിൻ്റെ മേൽക്കെട്ടി. അപ്പം ومن فوقهم غواش. പണ്ട് അബ്ദുൽ വാസിത്ത് ഓതിച്ചെന്താന്ന് ഞാൻ മണിച്ച് പാഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ ഇതിലിപ്പോൾ അയാൾ നേരിട്ടല്ല, എന്തായാലും പറഞ്ഞ് കമ്പ്യൂട്ടറാ, കമ്പ്യൂട്ടർ. അന്ന് എന്തോ സാധനം ഉണ്ട്, അന്ന് നമുക്കറിയില്ല. ഞെട്ടിപ്പോയത്. പിന്നെ والذين آمنوا وعملوا الصالحات لا نكلف نفسا إلا وسعها أولئك أصحاب الجنة هم فيها خالدون ونزعنا ما في صدورهم من غل تجري من تحتهم الأنهار وقالوا الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله لقد جاءت رسل ربنا بالحق ونودوا أن تلكم الجنة أورثتموها بما كنتم تعملون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب